ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് നമ്മളെ ഒരു ചെറിയ ചാനലിലേക്ക് വിളിച്ച സമയത്ത് സാർ ഒരു മടിയില്ലാണ്ട് വന്നതിന് ആൻഡ് വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറേ, നമ്മളെ ഈ ഒരു ഹാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇതിലേക്ക് സാറ് എങ്ങനെയാണ് വന്നത്? അത് എടുക്കാനുള്ള കാരണം എന്താണത്? ഹാക്കിംഗ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങണമെങ്കിൽ ചെറുപ്പകാലത്തിലേക്ക് പോകണം. ഓക്കെ, ഞാൻ ഓൾറെഡി ടെഡെക്സിൽ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 8th പഠിക്കുന്ന സമയത്താണ് ആദ്യം ഈ ഒരു ഹാക്കിംഗ്, അതായത് ഞാൻ തെറ്റായ രീതിയിലാണ് കയറിയത്. അതായത് ഒരു എത്തിക്കൽ ഹാക്കിംഗ് മോഡിലല്ല. അതായത് അടുത്തുള്ളൊരു ഇന്റർനെറ്റ് കഫേ ഉണ്ടായിരുന്നു. അവിടെ വൈഫൈ 1 മണിക്കൂറിന് എത്രയാ 20 രൂപയോ എനിക്ക് ഓർമ്മയില്ല, ചെറിയ പൈസ കൊടുത്താലേ 1 മണിക്കൂർ വൈഫൈയും കമ്പ്യൂട്ടറൊക്കെ കിട്ടും. പക്ഷെ ഈ വൈഫൈ പാസ്വേഡ് എങ്ങനെയെങ്കിലും കണ്ടെത്താന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആ സമയത്ത്, പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായ്മ എന്ന് പറയാം. പല രീതിയിലും ഞാൻ ട്രൈ ചെയ്തു ഇതെങ്ങനെ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു നീണ്ട 3-4 മാസത്തെ ട്രൈന് ശേഷമാണ് ഒരു വഴി കിട്ടിയത്. അത് വേറൊന്നുമല്ല, അവരുടെ ഇന്റേണൽ നെറ്റ്വർക്ക് IP അഡ്രസ് അടിച്ചു കഴിഞ്ഞാൽ അന്നെല്ലാം പാസ്വേഡ് അഡ്മിൻ ഡിഫോൾട്ട് ആയിരിക്കും. ഓക്കെ, അവരുടെ റൗട്ടറിന്റെ പാസ്വേഡ് കിട്ടി, അതിൻ്റെ അകത്ത് കയറി പാസ്വേഡ് കണ്ടെത്തി, പിന്നെ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. അന്ന് കിട്ടിയൊരു രസമായിരുന്നു. ആക്ച്വലി അത് തെറ്റാണ്, ഫൈൻ, ബട്ട് അന്ന് തുടങ്ങിയതാ. അതാണ് എൻ്റെ ഫസ്റ്റ് സ്പാർക്ക്. ഇത് കൊള്ളാലോ പരിപാടി. 8th ഐ തിങ്ക് 7th or 8th ആ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അന്ന് ആ സമയം ഞാൻ പഠിച്ചു ഇതിങ്ങനെ നമ്മൾക്കൊരു പോസിബിലിറ്റി. ഇത് ഹാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അറിയില്ല, പക്ഷെ ഞാനായിട്ട് കണ്ടെത്തിയൊരു സംഭവമായിരുന്നു. ഗൂഗിൾ ചെയ്തിട്ട് തന്നെയാണ്. അന്ന് ഗൂഗിൾ അല്ല, ഐ തിങ്ക് യാഹൂ സെർച്ച് എഞ്ചിനാന്ന് തോന്നുന്നു. അതങ്ങനെ അവിടുന്ന് വെച്ച് തുടങ്ങി. പിന്നെ ഡേ പാസ്റ്റ്, പിന്നെ ഓരോ ടൂൾ. അന്ന് വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞൊരു കോഡിങ് ലാംഗ്വേജ് ഉണ്ട്. വിഷ്വൽ സ്റ്റുഡിയോയിൽ ഞാൻ വിഷ്വൽ ബേസിക്, അതിൽ ഞാൻ പല പ്രോഗ്രാം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? 8th എന്ന് പറയുമ്പോൾ ഏജ് എന്തായിരിക്കും? 8th സാറ് ഇത് ചെയ്യാൻ തുടങ്ങി. 8th തുടങ്ങി. അതൊക്കെ സെൽഫ് ലേണിംഗ്. ഗൂഗിളിലും എല്ലായിടത്തും. ഇന്ന് ChatGPT ഉണ്ടെന്ന് അറിയാം, പക്ഷെ അന്ന് റിസർച്ച് ചെയ്യണം. ഇങ്ങനെ ഗൂഗിളിൽ അടിക്കും. എങ്ങനെ അത് അന്നേരം നമ്മളെ ഡയലപ്പാണ് ഇന്റർനെറ്റ്. നമ്മളെ സാധാ BSNL വീട്ടിലുള്ള ഫോണിന്റെ കേബിൾ ഡയറക്ട്ലി PC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയലപ്പ് എന്ന് പറയും. അതിന് ഡയലപ്പ് ഇന്റർനെറ്റ് എന്ന് പറയാം. ചെറിയ സ്പീഡുള്ളൂ, 50-100 kbps ആണ് അന്നത്തെ മാക്സിമം സ്പീഡ്. അപ്പോൾ ഗൂഗിൾ ചെയ്യും, എങ്ങനെയൊക്കെയോ കണ്ടെത്തി ഇതാണ് വിഷ്വൽ ബേസിക്, ഇതാണ് HTML. ഇതൊക്കെ ഞാൻ ഓരോന്ന് പഠിച്ച് അന്നുള്ളൊരു വെബ്സൈറ്റ് ഇന്നും ഉണ്ട്. എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം പാസ്വേഡൊക്കെ മറന്നുപോയി. അന്നുണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് faru4uxtgem.com എന്നടിച്ചെന്ന് കിട്ടും. അന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് ഡൊമൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. ആ പ്രോഗ്രാം ഇതേപോലെ ആരെ പാസ്വേഡും കണ്ടെത്താം എന്നുള്ള ഒരു ഫേക്ക് ആപ്ലിക്കേഷൻ ആയിരുന്നു. ഈ ആപ്ലിക്കേഷനിൽ ഒരു സൈഡ് യൂസർ നെയിം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തതിന് ഇപ്പുറത്ത് പാസ്വേഡ് വരുമെന്നായിരുന്നു ആ ഒരു ആപ്ലിക്കേഷൻ. അതൊരു ഡമ്മി ആപ്ലിക്കേഷനാണ്. ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്യും. ആയിക്കോട്ടെ, പക്ഷെ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നത് അവരുടെ PC സേവ് ചെയ്ത എല്ലാ പാസ്വേഡും അവരുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് എനിക്ക് മെയിൽ വരും. അങ്ങനത്തെ ഒരു ഡമ്മി സാധനമായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഓരോരാൾക്ക് കൊടുക്കാൻ തുടങ്ങി. അത് GTA സാൻ ആൻഡ്രസ് എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ സാൻ ആൻഡ്രസ് മോഡിഫൈ ചെയ്ത് നമ്മളെ കണ്ണൂരിലെ ബൈക്കും മറ്റേ സുസുക്കി സ്വിഫ്റ്റും അതേപോലെ ഇന്നോവ ഇതെല്ലാം വെറുതെ ഡമ്മി കയറ്റി ഒരു അടിപൊളി ഗെയിം ഉണ്ടാക്കി. നമ്മളെ നാട് മാട്ടൂലാണ്, കണ്ണൂര്. ആ മാട്ടൂൽ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി നാട്ടിലെല്ലാവർക്കും ഞാൻ വിതരണം ചെയ്തു. ആ സമയത്ത് സാറ് സെൽഫ് ലേൺ ആയിട്ട് പഠിച്ചാണ്. അപ്പോഴേക്കും ഒരു 9th ആ ഒരു ഏരിയ. നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. 16 years ബാക്ക് ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അതൊക്കെ എല്ലാം സോഴ്സ് അവിടെ ഉണ്ട്, കാരണം ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതൊക്കെ ആരൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന, ആരൊക്കെ യൂസ് ചെയ്യുന്നു, അവരുടെ ഒക്കെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് farhan@gmail.com ഉണ്ട്. ആർക്കും കിട്ടില്ല, സ്വന്തം നെയിം @gmail.com കിട്ടില്ല. ആ സമയത്ത് ഓൾറെഡി എക്സിസ്റ്റ് ആയിരിക്കും, പക്ഷെ അങ്ങനെയുള്ളവരെ ഞാൻ എടുത്തു. ഒന്നും ലീഗലല്ല. അങ്ങനെ അതിൻ്റെ രസം പിടിച്ച് അത് പീക്ക് എന്ന സമയത്തെത്തുമ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ, അന്ന് നിംബൂസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലാണ് ഇന്റർനാഷണൽ കോൾ ചെയ്യുക. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കണമെങ്കിൽ നല്ല ചാർജാണ്. അപ്പോൾ ഫ്രീ, അവർക്ക് ചെറിയ റേറ്റിന് $, കയറ്റിയിട്ട് വിളിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നിംബൂസ്. അതിൽ ഏതോ ഒരു റാൻഡം പേഴ്സൺ ഫ്രം മലപ്പുറം, അവർ ഒരുപാട് $, അതിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു രസത്തിന് അത് ഹാക്ക് ചെയ്തിട്ട് ഞാൻ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ നല്ലൊരു പൈസ നഷ്ടപ്പെട്ടു. അപ്പം അന്ന് ഞാൻ മാസ്ക് ചെയ്തില്ല എൻ്റെ IP അഡ്രസ്സോ നമ്പറോ. ഞാനാണ് ഫർഹാൻ, ഞാൻ ഹാക്കറാണെന്ന് പറഞ്ഞിട്ട് നടക്കല വലസല. അങ്ങനെ അവർ എന്നെ കണ്ടെത്തി, എന്നെ വിളിച്ചു.
ത്രട്ടൺ ചെയ്തു. അതായത് എനിക്ക് അവർക്ക് പൈസ ഒന്നും വേണ്ട, പക്ഷെ എന്നെ തല്ലും, എൻ്റെ കാലൊടിക്കും, തട്ടും എന്നൊക്കെ. ആ സമയത്ത് അങ്ങനെയൊക്കെ ഒരാൾ ത്രട്ടൺ ചെയ്താൽ ശരിക്കും പേടിക്കും. അന്ന് എൻ്റെ അടുത്ത് ഉണ്ടായത് നോക്കിയ 6230i ആണ്. കീപാഡ് ഫോണാണ് വിത്ത് ബ്ലൂടൂത്ത് ഓൺലി, ആൻഡ്രോയിഡ് ഒന്നല്ല. അന്ന് ആൻഡ്രോയിഡ് ഇല്ല. ഈ ഫോണ് നമ്മൾ കമ്പ്യൂട്ടറിന് കണക്ട് ചെയ്തിട്ട് നെറ്റ് എടുക്കാൻ പറ്റും. നോക്കിയൻ്റെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റും. OBS സൂട്ട് പണ്ട് ആൾക്കാർക്ക് മനസ്സിലാവും OBS സൂട്ട് എന്താണെന്നൊക്കെ. അതിൽ ഇന്റർനെറ്റ് എടുത്തിട്ടാണ് കളി വെച്ചത്. അപ്പോൾ ഈ കോള് വന്ന് ത്രട്ടൺ ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ഫോണ്, ആ സിമ്മ് കംപ്ലീറ്റ്ലി ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. അതൊന്നും പാരന്റ്സ് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ആ പാനിക് ആയ സമയത്ത് പാരന്റ്സ് ചോദിച്ചു എന്താണ് നിന്റെ മൂഡൊക്കെ, ആകെ മുഖമൊക്കെ മാറി ഒരു സീനായും ചോദിച്ചു. അങ്ങനെ അത് അവിടെ വെച്ച് കളഞ്ഞു, കംപ്ലീറ്റ്ലി കളഞ്ഞു. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അന്ന് ഞാൻ മതിയാക്കി. 10th കഴിഞ്ഞ് പിന്നെ നോർമൽ +1 +2 എല്ലാം കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് ഏതെടുക്കണമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് എടുക്കണ്ടു. അതാണ് എൻ്റെ പാഷൻ, എനിക്ക് മനസ്സിലായി. അതെടുത്തു. പിന്നെ ഒരു സെക്കൻഡ് ഇയർ എത്തുമ്പോഴാണ് എനിക്ക് എങ്ങനെയെങ്കിലും പോക്കറ്റ് മണി ഉണ്ടാക്കണം. സോ ആ സമയത്ത് ഭൂമിയായി കിടക്കുന്ന ഒരു സംഭവമാണ് യൂട്യൂബ്. യൂട്യൂബിൽ എങ്ങനെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാന്നുള്ള വീഡിയോ ഇട്ടു. അത് അന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സൈഡിൽ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ഒരു ശീലുണ്ടായിരുന്നു. അതിന്റെ ട്യൂട്ടോറിയൽ ചെയ്തു. അതിന് 10 മില്യൺ വ്യൂസ് ഇക്വേഷൻ വെച്ചാണോ അതോ സാറ് സ്വയം? അല്ല, ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. അതിന്റെ വ്യൂസ് കയറി, മോണിറ്റൈസേഷൻ കിട്ടി, യൂട്യൂബ് ക്ലിക്കായി. ഇന്ന് അത് 4 lakh സബ്സ്ക്രൈബർ ഉണ്ട്. അതാണ് മല്ലു ഡിസ്കവറി. ആ ക്യൂബായിരുന്നു തുടക്കം. പിന്നെ നമ്മൾ ടെക്കിലേക്ക് വന്നു. ഓരോ ടെക് ഗാഡ്ജറ്റ്സ് റിവ്യൂ, ഇതൊന്നല്ല എൻ്റെ നീഷ് എന്ന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് പഴയ സംഭവങ്ങൾ പൊടി തട്ടി എടുത്തുകൂടാ, പക്ഷെ അത് ഇല്ലീഗലാണ്. അത് റിസർച്ച് ചെയ്തപ്പോഴോ പിന്നെ ഇത് അവെയർ ആകാൻ തുടങ്ങി. സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് അവൈലബിൾ ആണ്. നമ്മളുടെ സ്കില്ല് എന്തുകൊണ്ട് എത്തിക്കലി ആക്കിക്കൂടാ, എന്തുകൊണ്ട് നല്ലതിന് യൂസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്ത വരുന്ന ടൈമായി. അന്ന് ബുദ്ധിയില്ല എന്ന് തന്നെ പറയാം. അത് പക്വതയിൽ ഇപ്പം കുറച്ച് സെറ്റായി വരാൻ തുടങ്ങിയാലും ഞാൻ ഗൂഗിൾ ചെയ്തു ഹൗ ടു ബി ആൻ എത്തിക്കൽ ഹാക്കർ, എവിടെ പഠിക്കണം. അതിന്റെ കുറച്ച് സോഴ്സൊക്കെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അതിന് നെറ്റ്വർക്ക് പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. CCNA പഠിക്കണമെന്നൊക്കെ അന്ന്. അതിന് ആ CCNA പഠിക്കാൻ ബാംഗ്ലൂരിൽ പോയി, അവിടുന്ന് പഠിച്ചു. അതൊക്കെ സെൽഫ് തോട്ടായിട്ട് ഒരു 4th ഇയർ ഓർ 5th ഇയർ അല്ല 4th ഇയർ കുറേ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു എനിക്ക്. 7-8 ബാക്ക്ലോഗ്സ്. ബാക്ക്ലോഗ്സ് മീൻസ് നമ്മൾ സപ്ലൈ മംഗലാപുരമായിരുന്നു പഠിച്ചത്, അവിടെ ബാക്ക്ലോഗ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. യൂട്യൂബ് ഒരു സൈഡ് ഓക്കെ ആയി, അതിൽ വരുമാനം വരാൻ തുടങ്ങി. ഞാൻ വലിയ കഥയാണ്, ഷോർട്ടാക്കി എടുത്താം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ തുടങ്ങിയത് ഈ സൈബർ സെക്യൂരിറ്റി പഠിക്കാനുള്ള ജേണിയാണ്. അങ്ങനെ അതിൻ്റെ ഒരു ബിഗിനിങ് കിട്ടി. പിന്നെ എന്തും ഞാൻ യൂട്യൂബിലേക്ക് മാറ്റുന്ന ഒരു ശീലമുണ്ട്. ഞാനത് വൺസ് പഠിച്ചതിന് ശേഷം ഇത് എന്നെപ്പോലെ ഇതറിയാത്ത എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ പോകാന്ന് പറയുമ്പോൾ എൻ്റെ പേരൻസ് പറയുന്നത് അതൊന്നും പോകണ്ട, ബാങ്ക് കൊള്ളയടിക്കാനും അത് നല്ലൊരു ആക്ട് അല്ല എന്നൊരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു ഫേസ് എല്ലാവർക്കും ഉണ്ട്. അത് അവെയർ ആവാത്തുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാം സൈബർ സെക്യൂരിറ്റി എന്താണ്, അന്നല്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി. 4 years ബാക്ക് ഒരു അവയർനെസ് പോലെ ക്ലാസ് തന്നെ. അതായത് എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്, എങ്ങനെ ഇത് പഠിച്ചു തുടങ്ങാം, അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു മൊഡ്യൂൾ വൈസ് സിലബസ്, കറക്റ്റ് സിലബസ് ആയിട്ട് 20 പാർട്ട് ഒരാൾക്ക് ഒരു മാസം എടുത്ത് തീർക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് കോഴ്സ് ഞാൻ എന്ത് ചെയ്തു യൂട്യൂബിൽ. മലയാളം ഹിസ്റ്ററിയിൽ ഇന്നുമില്ല പ്രോപ്പറായിട്ടൊരു പക്ക സ്റ്റഡി ഒരു മൊഡ്യൂൾസ് ആയിട്ട് കൊടുത്തത്. അത് സെറ്റ് ചെയ്തു. ഇപ്പം ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്, കാരണം ഒരുപാട് മിസ്യൂസിങ് വരാൻ തുടങ്ങി. എന്നിട്ട് ഞാനത് എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരു പേയ്മെന്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട്. അന്ന് 10 ലക്ഷം 1 മില്യൺ ആൾക്കാർ അത് പഠിച്ചു. അങ്ങനെയാണ് എൻ്റെ ഫേസ് കേരളത്തിൽ ജസ്റ്റ് എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ആകട്ടെ യൂട്യൂബ് ആകട്ടെ ഫർഹാൻ ബിൻ ഫസിലേക്ക് വരും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഷാരിഖ് സാറാണ് ആ ഒരു ഇത് കൊണ്ടുവന്നത്. അതേപോലെ എത്തിക്കൽ ഹാക്കിംഗ് എനിക്ക് കൊണ്ടുവരാൻ പറ്റി സീരിയസ്ലി. പക്ഷെ അതിന് നിങ്ങൾ കാണുന്ന 1-2 വർഷമാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ 8ാം ക്ലാസ് മുതലുള്ള എഫോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്രയും ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അത് ബിസിനസ്സിലേക്ക് മാറ്റാം, അവിടെ കൺവേർഷൻ വരും എന്നുള്ള എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്കത് ഒരു അക്കാദമി ആയി തുടങ്ങാൻ പറ്റി. അങ്ങനെയാണ് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി. ഇവിടെ കേരളത്തിൽ കയ്യിലെണ്ണാൻ പറ്റുന്ന അത്ര അക്കാദമി കേട്ടിട്ടില്ല പഠിപ്പിക്കുന്ന എത്തിക്കൽ ഹാക്കിംഗ് അത്ര ഉള്ളൂ, ഫ്യൂ നമ്പേഴ്സ് ഓൺലി. അപ്പം നമ്മൾക്ക് നല്ലൊരു ഏരിയ ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഒഫൻസോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 2 വർഷം കഴിഞ്ഞു. 3ാമത്തെ വർഷം സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ. ഇപ്പോൾ സാറ് ഈ എത്തിക്കൽ ഹാക്കിംഗ് ഒരാൾ എന്താണെന്ന് ചോദിച്ചാൽ സാർ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ,
നിങ്ങളുടെ വീട്ടിൽ ഒരു കള്ളന് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരാളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അത് ഒരാളെ ഞാൻ വിളിക്കുന്നു എൻ്റെ വീട്ടിൽ, ഒരു സെക്യൂരിറ്റി. ഞാൻ അവനോട് പറയുന്നത് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടോ, എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ, നമ്മൾ ടെക്നിക്കൽ ടേമിൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു റിപ്പോർട്ട് താ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ലോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, നമ്മളെ വീട്ടിലെ ജനാല, വിൻഡോസ്, എയർ ഹോൾസ്, വാട്ടർ ടാങ്ക് എല്ലാം ടെസ്റ്റ് ചെയ്യുക. ഇതിലേക്കൂടെയെങ്കിലും കള്ളന് കയറാൻ പറ്റുമോ, എന്നിട്ട് എനിക്കൊരു റിപ്പോർട്ട് തരുന്നു. ഇതാണ് ബ്രോൻ്റെ വീടിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൊല്യൂഷൻസ്. ആ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് തരുന്നു. ഈ സെയിം സംഭവം നമ്മൾ സൈബർ വേൾഡിലേക്ക് കൊണ്ടുവരാം, ഡിജിറ്റലിലേക്ക് കൊണ്ടുവന്ന് എന്താ, ഒരു വെബ്സൈറ്റ് ഇട്ടിട്ട് ആ വെബ്സൈറ്റ് ആക്സസ് യൂസർ നെയിം പാസ്വേഡ് ഇല്ലാതെ എങ്ങനെയൊക്കെ പറ്റുമെന്ന് ഒരു എത്തിക്കൽ ഹാക്കർ ടെസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ ആയിട്ട് എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് വേറൊരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല, എൻ്റെ എവിടേക്കാണ് എൻ്റെ പ്രശ്നങ്ങളുള്ളതെന്നുള്ളത് നോക്കാൻ പറ്റും. വെബ്സൈറ്റ് മാത്രമല്ല, അതിപ്പോൾ ഒരു ATM ആവാം, CC ക്യാമറ ആവാം, എന്തോ ആകാം. ഡിജിറ്റലി അല്ലെങ്കിൽ ഇന്റർനെറ്റായിട്ട് കണക്റ്റഡ് ആയ നമ്മളെ ഡാറ്റ, അത് സെർവർ എന്തോ ആകാം. ഡിജിറ്റലി പ്രസന്റിൽ ഇപ്പോൾ ഫോണാവാം. ഇതിന്റെ അകത്ത് കയറാൻ പറ്റുന്നില്ലോ, നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ്. എത്തിക്കൽ എന്ന് പറഞ്ഞ ടേം ഉണ്ട് അവിടെ. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് പെർമിഷൻ നമ്മൾ ആക്സസ് ഗെയിൻ ചെയ്യുക. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ വിത്ത് പെർമിഷൻ. ഞാൻ അവനെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഒരു കമ്പനിക്ക്, എല്ലാ കമ്പനിക്കും ഒരു എത്തിക്കൽ ഹാക്കർ ആവശ്യമുണ്ട്, ഉണ്ടാവും. കാരണം ഇനി അങ്ങോട്ട് ഇപ്പം ബ്രോ ഇവിടെ വരാൻ ഏതിലാണ് വന്നത്? ഞാൻ ട്രെയിനിൽ. എങ്ങനെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും? പേടിഎം. എങ്ങനെ പേയ്മെന്റ് ചെയ്തത്? ഓൺലൈനാണ് അല്ലേ? അപ്പൊ ഈ എല്ലാം ഓൺലൈനാണ്. ഇപ്പൊ ഒരു 5 രൂപന്റെ ചിപ്സ് വാങ്ങുമ്പോൾ പോലെ ഓൺലൈനാണ്. എല്ലാം ഓൺലൈൻ ആകുമ്പോൾ അവിടെ സൈബർ സെക്യൂരിറ്റിന്റെ ആവശ്യം എന്തായാലും ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് അതിന്റെ ഗ്രോത്ത് 100x എങ്ങനെ താഴോട്ടേക്ക് വരില്ല. എല്ലാം ഡിജിറ്റലാ. ഈ വീഡിയോസ് നിങ്ങളുടെ വ്യൂവേഴ്സ് കാണാൻ പോകുന്നത് യൂട്യൂബിലാണ്. എല്ലാം ഡിജിറ്റൽ ആകുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് നടക്കാതിരിക്കാൻ എപ്പോഴും സെക്യൂർ ആക്കാൻ ഒരു എത്തിക്കൽ ഹാക്കറാണ്. അവരുടെ ജോബ് എപ്പോഴും അറ്റാക്ക് ചെയ്യുക, പറ്റുന്നുണ്ടോ നോക്കുക, പറ്റുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, അത് പാച്ച് ചെയ്യുക. നമ്മൾ ഫോണിൽ അപ്ഡേറ്റ് വരുമ്പോൾ കാണാം സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. ഇതാണ് സംഭവം. എന്തോ സെക്യൂരിറ്റി ഇഷ്യൂ കണ്ടെത്തി കമ്പനി, അത് പാച്ച് ചെയ്തു, അത് അടച്ചു, സോൾവ് ചെയ്തു, എന്നിട്ട് അതിന്റെ അപ്ഡേറ്റ് കൊണ്ടുവന്നു. ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ആ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഒരു എത്തിക്കൽ ഹാക്കർ ആവാം. അത് ഒരു ഫ്രീലാൻസ് ആയിട്ടുള്ള എത്തിക്കൽ ഹാക്കർ ആകാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗൂഗിളിന്റെ, മൈക്രോസോഫ്റ്റിന്റെ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടോ എന്ന് വിത്ത് ദെയർ പെർമിഷൻ നോക്കാൻ പറ്റും. കണ്ടെത്തിനെങ്കിൽ എനിക്ക് റിവാർഡ് 70 to 80 lakhs ഒക്കെയാണ്. എനിക്ക് കിട്ടിയിട്ടില്ല, ബട്ട് നമ്മൾക്ക് ന്യൂസിൽ കാണാം. +2 വിദ്യാർത്ഥിക്ക് 50 ലക്ഷം മൈക്രോസോഫ്റ്റിന് കിട്ടിയത്, ആപ്പിളിന് കിട്ടിയത്. ഇതൊക്കെ ബഗ് ബൗണ്ടി എന്ന് പറയാം. ഇതൊക്കെ ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് കിട്ടിയ ബൗണ്ടീസ്. ബൗണ്ടീസ് എന്ന് പറഞ്ഞാൽ അവരുടെ റിവാർഡ്സ്. ഈ ഇതിൽ ഞാൻ ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു ടേമാണ് ഈ വൈറ്റ് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. ഇതൊക്കെ എന്താ സംഭവം? വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഫർഹാൻ. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫർഹാൻ. അത്രേ ഉള്ളൂ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇഫ് സമ്മൺ ഈസ് വർക്കിംഗ് ഫോർ എ ഗവൺമെന്റ് ഓർ എൻറ്റിറ്റി ഓർ എനിത്തിങ്, അത് നല്ലതിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വൈറ്റ് ഹാറ്റ്. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഹാക്കേഴ്സ്, എത്തിക്കൽ ഹാക്കേഴ്സ് അല്ല, വിത്തൗട്ട് പെർമിഷൻ ബാങ്ക് ഹോൾഡർ അടിക്കുക, ആൾക്കാർ ഉപദ്രവിക്കുക, അത് ഷോ ഓഫ് ആവട്ടെ, അതെല്ലാം നമുക്ക് ബ്ലാക്ക് ഹാറ്റിലേക്ക്. ഗ്രേ ഹാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിനും മിക്സാ. അതായത് അവർ ബ്ലാക്ക് ഹാറ്റ് ആക്ടിവിറ്റിയും ചെയ്യും, വൈറ്റ് ഹാറ്റ് ആക്ടിവിറ്റിയും ചെയ്യും. പക്ഷെ 3 പേരുടെയും സ്കിൽ സെറ്റ് സെയിം ആയിരിക്കും. മൈൻഡ് സെറ്റ് ഡിഫറെന്റ്, ഒരു എത്തിക്സിലുള്ള ചേഞ്ച് ആണല്ലേ. അപ്പോൾ എനിക്ക് ഇതേപോലെ ചെറിയൊരു ഇൻസിഡന്റ് പണ്ടുണ്ടായിരുന്നു. പണ്ട് ഈ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഗെയിംസ് ആണ് അറിയാം, ക്ലാഷ് ഓഫ് ക്ലാൻസ് COC എന്ന് അറിയാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇനീഷ്യൽ സമയത്ത് ജെംസ് ഉണ്ട്. ഈ ജെംസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇന്നതിൽ നമ്മൾ ഐഡിയ അടിച്ചു കൊടുത്താൽ നമുക്ക് എന്തൊരു ജെംസ് കുറെ കിട്ടുന്നുണ്ട്. ഐഡിയ ഇന്ത്യ ഓൾമോസ്റ്റ് 9 മാക്സ് നിൽക്കാം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് തന്നെയാണ്. അപ്പോൾ അതങ്ങോട്ട് പോയി. സോ ആ ടൗൺ ഐഡിയ അങ്ങനെ തന്നെ പോയി. പക്ഷെ എനിക്ക് ആക്സസ് ഉണ്ട്, പക്ഷെ ഓർക്കും ആക്സസ് ഉണ്ട്. മാറ്റി അതും പോയി. ഇതിന് ഫിഷിംഗ് എന്നാ പറയാം. അതായത് നമ്മളെ വിശ്വസിപ്പിച്ച്, ഇപ്പോൾ ലുലുവിന്റെ 25th ആനിവേഴ്സറി ആണ്, iPhone 15 Pro Max ഗിവ് അവേ ഉണ്ട്, 5 പേർക്ക് അയക്കുക. എന്നിട്ട് ഗ്രൂപ്പിൽ അവരെന്ത് ചെയ്യും, സ്പിൻ ചെയ്യും, 5 പേർക്ക് അയച്ചു കൊടുക്കും, യൂസർ നെയിം പാസ്വേഡ് അടിക്കും, അഡ്രസ് അയച്ചു കൊടുക്കും. ഇതൊക്കെ ഡാറ്റ കളക്ഷനാണ്. അവർ ഫിഷിംഗ് എന്നാ പറയാം. അതായത് കാണുമ്പോൾ ഫേസ്ബുക്ക് തന്നെയാണ്, അല്ലെങ്കിൽ കാണുമ്പോൾ HDFC ബാങ്ക് തന്നെ ആയിരിക്കും. പക്ഷെ സ്പെല്ലിംഗ് കറക്റ്റ് നോക്കിയാൽ HDFC 0 എന്നുണ്ടാവും, അല്ലെങ്കിൽ ഫേസ്ബുക്കിന് ഫേസ്ബുക്ക് എന്നുണ്ടാവും, ഓരോ കൂടുതലുണ്ടാവും. നോട്ടീസ് ചെയ്യില്ല. അതിന് ഫിഷിംഗ് അറ്റാക്ക് എന്ന് അറിയാം. എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് കാണിച്ചു തരാൻ പറ്റും എങ്ങനെ വർക്ക് ചെയ്യും. നമുക്ക് ലാസ്റ്റിലേക്ക് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സാർ, ഒരാൾക്ക് ലീഗലി ഇന്ത്യയിൽ ഒരു എത്തിക്കൽ ഹാക്കർ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ഓക്കെ, എത്തിക്കൽ ഹാക്കർ ആവണമെങ്കിൽ അവർക്ക് സെൽഫ് ലേൺ ചെയ്യാം. അവർ ഇപ്പം ChatGPT ഉണ്ട്, AI ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. സെൽഫായിട്ട് പഠിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സെൽഫായിട്ട്, അതിന് പ്രത്യേകിച്ച് ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ
ഇവിടുന്ന് വെറും +2 കൊണ്ട് പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസ് ഉണ്ട്. ഓ പക്ഷെ അത്രയും കോൺഫിഡൻസ് വേണം, അത്രയും സ്കില്ല് വേണം. ഓക്കെ ഒരു കമ്പനിക്ക് ഇത്രയും അറിയണ്ടോ, അവരെ കൊണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ അൾട്ടിമേറ്റ്ലി അവർക്ക് സ്കില്ലുണ്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ആവാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൊസീജിയർ പ്രൊസീജിയർ എന്ന് വെച്ചാൽ അതിനൊരു അച്ചടിച്ച പ്രൊസീജിയർ ഇല്ല. അതായത് ഇങ്ങനെ പോയാലേ ആവൂ എന്നുള്ള ഒരു പ്രൊസീജിയർ ഇല്ല. ദ മെയിൻ തിങ് നമ്മൾ ആദ്യം +2 ബേസിക് എല്ലാ സ്റ്റഡീസ് തീർക്കാം. +2 ഒന്നും ഒരു കോഴ്സും വേണ്ട ഇതിന്. പക്ഷേ നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഇപ്പം പുറത്തെവിടെയും ജോബ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനീസിൽ ചിലപ്പോൾ റിക്വയർമെന്റ് ഉണ്ടാവും. മിനിമം ഡിഗ്രി ഉള്ളവരെ എടുക്കാൻ പറ്റും, മിനിമം 3 ഇയർ ഡിഗ്രി അങ്ങ് വേണം. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വരുമ്പോൾ നമ്മൾക്ക് എപ്പോഴും, അല്ലെങ്കിൽ നമ്മളൊരു 5 കൊല്ലം ഒരു കമ്പനി വർക്ക് ചെയ്ത് അവരുടെ മാനേജർ പൊസിഷൻ അവർക്ക് കിട്ടും, പ്രൊമോഷൻ കിട്ടും. പക്ഷെ ആ ഒരു വ്യക്തിക്ക് പ്രൊമോഷൻ കിട്ടാത്തത് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് മാത്രമാവാം. അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് പറ്റിയിട്ടുണ്ട്. അവർക്ക് ഡിഗ്രി ഇല്ല, അവർ ആക്ച്വലി ഈ മാനേജർ ആകേണ്ട പ്രൊമോഷൻ കിട്ടി, ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് പ്രൊമോഷൻ അവർക്ക് കമ്പനി പോളിസി പ്രകാരം സ്കിൽഡ് ആയിരിക്കും, പക്ഷെ ഇതില്ലാത്തതിനെ കൊണ്ട് പോയി പോകുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഡിഗ്രി ഓർ അതൊക്കെ അവരുടെ സ്കിൽ സെറ്റ് പോലെ അവർക്ക് വേണമെങ്കിൽ എടുക്കാം. ബട്ട് എപ്പോഴും പ്രിഫേർഡ് ഡിഗ്രി എന്ന് വെച്ചാൽ മിനിമം എന്തെങ്കിലും ഒരു ഡിഗ്രി തീർക്കാം. HR-ന്റെ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇതിന്റെ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതിന് ഡിഫറെൻറ്റ് ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോംഷ്യ എന്ന് പറയുന്ന എക്സാമിനേഷൻ, നമ്മളിതിൽ ഇവിടെ CBSE കേരള സിലബസ് എന്നൊക്കെ പറയുന്ന പോലെ എക്സാമിനേഷൻ ബോർഡാണ് കോംഷ്യ. ഇത് ഇന്റർനാഷണലി 120ന്റെ മുകളിൽ കൺട്രീസ് അക്സെപ്റ്റ് ചെയ്യുന്ന, രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കേഷനാണ്. അതിൻ്റെ തന്നെ പെൻ ടെസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ അവരുടെ 40 അവർ കോഴ്സ് നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്യണോ വേണ്ടെന്ന് നിർബന്ധമില്ല. പക്ഷേ അത് നിർബന്ധമില്ല, എക്സാം എഴുതണം. അവരുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണലി സർട്ടിഫൈഡാണ്. അല്ലാതെ ഇന്റർനാഷണലി അല്ലാതെ നമുക്ക് സ്കില്ല് മാത്രം കൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് കമ്പനി കയറാം, സ്റ്റാർട്ടപ്സിലൊക്കെ. അതിന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളെ പേരെന്താ, നിങ്ങൾ എവിടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഡയറക്ട്ലി ഒരു IP അഡ്രസ് തരും, ഷോമി ഹാക്ക് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഒരു സെൽമി ദിസ് പെൻ എന്ന് പറഞ്ഞ സെയിൽസിന്റെ ഇന്റർവ്യൂ പോലെ ഈ ഒരു IP അഡ്രസ് വന്നിട്ട് ഹാക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മുന്നിൽ വെച്ചരും. അതായത് എൻ്റെ ഇന്റർവ്യൂ അങ്ങനെയായിരുന്നു. ഞാൻ 3 വർഷം MNCയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ടോപ്പ് 4 കമ്പനീസിലെ ഒരു കമ്പനിയാണ്, പേര് പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായത്, ഞാൻ ഇന്റർവ്യൂ ഓൺലൈനിൽ കയറി ഗൂഗിൾ മീറ്റിൽ, ഒരു IP അഡ്രസ് തന്നു, ഒരു 3 മണിക്കൂർ എടുത്തോ ഇത് ഹാക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് തരും എന്നിട്ട് കോൾ കട്ട് ചെയ്തു. അത്ര ഉണ്ടായില്ലോ. ആ സമയം കൊണ്ട് ഹാക്ക് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ പെർഫോമൻസ് വൈസ് ആയിരിക്കും നമുക്ക് ജോബ് കിട്ടുക. വേറെ എന്തൊക്കെ ഒരു സ്പെസിഫിക് സ്കില്ല് വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരാൾക്ക്? സ്കില്ല് ഇല്ല. ചിലർക്ക് ചോദിക്കുന്ന ചോദ്യം ഓൾറെഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അറിയുന്നുണ്ടെങ്കിൽ ബെറ്റർ. കാരണം നമ്മൾ ഹാക്ക് ചെയ്യാൻ പോകുന്ന മെഷീന് അത് വെബ്സൈറ്റ് മേ ബി ജാവാസ്ക്രിപ്റ്റ് ആവാം, മേ ബി പൈത്തൺ ആവാം, ഏത് ലാംഗ്വേജ് PHP ആവാം, ഏത് ലാംഗ്വേജിലാണ് അത് ഡെവലപ്പ് ചെയ്തത് നമ്മൾക്ക് അറിയണമെങ്കിൽ ഒരു മിനിമം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. ഇല്ലെങ്കിൽ അതിന്റെ ബേസിക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ ചോദിച്ചത് ആ പ്രൊസീജിയർ അത്രേ ഉള്ളൂ. നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ്, പിന്നെ അതിലേക്ക് ഒഴുകിക്കോളും. അതിനോടൊരു പാഷൻ ഉണ്ടാവണം, അല്ലാതെ നടക്കില്ല. പാഷൻ മീൻസ് കമ്പ്യൂട്ടറോട് എക്സ്പ്ലോർ ചെയ്യാനുള്ള പാഷൻ വേണം. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ടോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ 4 ടയർ ഉണ്ടെങ്കിൽ അതെല്ലാം ഊരി മോട്ടറൊക്കെ എടുത്ത് അതിൽ ഫാന് വെച്ച് എങ്ങനെ പറപ്പിക്കാൻ പറ്റും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മൈൻഡ് സെറ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് വേണം. എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് ഇതെല്ലാം എനിക്ക് ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു തരും, ഇത് പഠിക്കാം, ബൈ ഹാർട്ടാക്കാം, അത് നടക്കില്ല. ഒരു സംഭവം കിട്ടുകയാണ്. ഇപ്പം റീസെൻ്റ്ലി 2 months ബാക്ക് ബൈബിറ്റ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഹാക്ക് ചെയ്തത് $1 billion ഹാക്ക് ചെയ്തെടുത്തു, റഷ്യൻ ഹാക്കേഴ്സ്. ഇതൊരു ന്യൂസാ. അപ്പോൾ ഈ ക്രിപ്റ്റോ അതൊക്കെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും? അല്ല, അതിലേക്ക് വരാം. ഇത് ഹാക്ക് ചെയ്തൊരു ന്യൂസ് വന്നു. ഞാൻ ഓരോ ക്ലാസ്സിൽ കയറി ചോദിച്ചു ഈ ന്യൂസ് ആരൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഈ ന്യൂസ് അറിയാം. ഞാൻ ചോദിച്ചത് ആരാണ് ഹാക്കർ, എന്തിനു ഹാക്ക് ചെയ്ത്, എങ്ങനെ ഹാക്ക് ചെയ്തെന്ന് ആരൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 20 പേരുണ്ടെങ്കിൽ അതിൽ 2 പേർക്കും അതിൽ ആൻസർ അറിയാം. ആ എക്സ്പ്ലോറേഷൻ മൈൻഡ് സെറ്റ് ഉള്ളവർ ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ജോബ് കിട്ടി പോകുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തോ അങ്ങനെ തന്നെയാണ്. എത്തിക്കൽ ഹാക്കിംഗ് മാത്രമല്ല, പ്രോഗ്രാമിംഗ് ആവട്ടെ, വീഡിയോ എഡിറ്റിംഗ് ആവട്ടെ, ഏത് പാഷനായിട്ട് അതിൽ ഇൻഡെപ്തായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഷെഫിന് പോലും, ഷെഫിനെ ഞാൻ താത്തി കാണുന്നതല്ല, ബട്ട് ഈവൻ എ ഷെഫ് ക്യാൻ ബി എ ബില്യനെയർ. അവർ ഓൾറെഡി മാസ്റ്റർ ഷെഫൊക്കെ വലിയ ഹോട്ടലിൽ മില്യൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും ആ പാഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏത് ഫീൽഡാണെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലും അത്രേ ഉള്ളൂ.
നമുക്ക് ഡീപ്പ് ഡൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും. നല്ലതാണ്. സാറേ ഏതെങ്കിലും വലിയ ഏതെങ്കിലും കമ്പനി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ത്രെട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? ഞാൻ ആലുവയിലുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ്, ബാങ്ക് ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ആലുവയിലാണ് അതിൻ്റെ ഒരു ഹെഡ് ഓഫീസ് വരുന്നത്. അവിടെ ഡിഫറെൻറ്റ് ഹെഡ് ഓഫീസ് ഉണ്ട്. അതിൽ ബാങ്കാണ്, ഇന്റർനാഷണൽ മേജർ ബാങ്കാണ്. അതിൽ ഒരു മേജർ വൾനറബിലിറ്റി ആയിരുന്നു. ഞാൻ എൻ്റെ ബാങ്കിൽ നിന്ന് വേറൊരാളുടെ ബാങ്കിലേക്ക് ലെറ്റ്സ് ഒരു 50,000 അയക്കുന്നു. ഒരു OTP കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് പോകും. ആ OTP ബൈപ്പാസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഒരു ഇൻവാലിഡ് OTP എനിക്ക് ട്രൂ ആണെന്ന് ആ സോഫ്റ്റ്വെയറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമായിരുന്നു. അതിന് റെസ്പോൺസ് മാനിപ്പുലേഷൻ ആണ് ആ ഒരു ബഗിൻ്റെ പേര്. നമ്മൾ ബർബ്സ്യൂട്ട് എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്തിട്ട് റെസ്പോൺസ് മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ആ ഒരു ബഗ് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതിനൊരു റിവാർഡ് എന്തെങ്കിലുമൊക്കെ ചെയ്തോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ക്ലയന്റ് ആയിരുന്നു അവർ. അപ്പോൾ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് റിവാർഡൊന്നും കിട്ടില്ല. ബട്ട് നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുമായിരുന്നു. പിന്നെ അവിടെ തന്നെ മൾട്ടിപ്പിൾ ബഗ് കണ്ടു. പിന്നെ റെഡ് ടീമിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ഇതിൽ. ആ ഒരു ബാങ്കിലേക്ക് സ്ഥാപനത്തിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും സമയം പറഞ്ഞ ഡിജിറ്റൽ ആക്സസ് ആണ്. ഫിസിക്കലി നമ്മൾക്ക് അവിടെ ലോക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാമറൻ്റെ ആക്സസ് കളഞ്ഞിട്ട് നമ്മൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നുണ്ടോ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് വേണമെങ്കിൽ എനിക്ക് പൗഡർ ഇട്ടിട്ട് ക്ലോൺ ചെയ്തിട്ട് വേറെ ആൾ ID കാർഡിൽ എനിക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ. അവരുടെ മെയിൻ സെർവർ റൂം ആലുവയിലാണ്. അവിടെ നിന്നാണ് മെയിൻ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത്. അത്രയും കോൺഫിഡൻഷ്യലായ റൂമാണ്. അതിൻ്റെ അകത്തൊരു പെൻഡ്രൈവോ ഒരു കമ്പ്യൂട്ടറോ മൗസോ ഒന്നും അകത്തേക്ക് കയറ്റില്ല. ഫുൾ ബോഡി ചെക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫോൺ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് ഞാൻ ഫോൺ എത്തിച്ചു, ഇതാണ് എൻ്റെ റിപ്പോർട്ട്. പിന്നെ അവർ സോൾവ് ചെയ്യലാണ്. ഓക്കെ ഓക്കെ. അത് ഫൈൻഡ് ചെയ്യലാണ് മേജർ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു വെച്ചാൽ, അതായത് ഈ നമ്മളെപ്പോഴും ഈ ആപ്പിൾ അല്ലെങ്കിൽ ഈ കമ്പനി എപ്പോഴും ഇവർ പറയുന്ന സംഭവമാണ് പ്രൈവസി, അല്ലെങ്കിൽ നമ്മളെ ആർക്കും അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ശരിക്കും അത് സത്യമാണോ? ആൻഡ്രോയിഡിനെ കമ്പയർ ചെയ്തിട്ട് ആപ്പിളിന് അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ ഇല്ല. സെക്യൂരിറ്റി നത്തിങ് ഈസ് സേഫ് ഓൺ ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ ഒന്നും സേഫ് അല്ല കമ്പയർ ചെയ്തിട്ട്. എനിക്കിപ്പം ഇതിപ്പോൾ ഐപാഡാണ്, എൻ്റെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ഇതിൻ്റെ ഫുൾ ആക്സസിനെ ഇവിടെ എടുത്ത് കാണിച്ചു തരാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ തരുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പെർമിഷൻ അലോ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ആക്സസ് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഡിവൈസ് ഈസ് സെക്യൂർ. പക്ഷെ അതിൽ നമ്മൾ ചെയ്യുന്ന ആക്റ്റാണ്. നമ്മൾ അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ആക്സസ് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ആക്സസ് കിട്ടിയത്. നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തരമാകാം, അല്ലെങ്കിൽ അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാവണം ആ ഒരു ആക്സസ് കിട്ടുക. അത് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഏത് ഡിവൈസ് ആണെങ്കിലും അത് വൾണറബിൾ ആണ്. ഹ്യൂമൻ എററിൽ വൾണറബിൾ അല്ല, ഒരു 99% ഹ്യൂമൻ എററാണ്. അപ്പോൾ ഈ വൈഫൈ കണക്ട് ചെയ്താൽ സംഭവം, വൈഫൈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമ്മളെ മൊത്തം ആക്സസ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഫ്രീ വൈഫൈ ഉണ്ടോ, അത് റെയിൽവേ സ്റ്റേഷനിൽ മേ ബി സെക്യൂർ ആയിരിക്കാം. എനിക്ക് അവിടെ പോയിട്ട് ഒരു പുതിയ വൈഫൈ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നു, റെയിൽവേ ഫ്രീ വൈഫൈ 2 വേറെ എൻ്റെ ആൾക്കാർ അത് റെയിൽവേ സ്റ്റേഷൻ്റെ ആണെന്ന് വെച്ച് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഫോണിൽ യൂസർ നെയിമും പാസ്വേഡിൻ്റെ പോപ്പപ്പ് ഗൂഗിളിൻ്റെ വരും. അവർ ജെനുവിനാന്ന് വെച്ച് യൂസർ നെയിം കൊടുക്കും, പാസ്വേഡ് കൊടുക്കും, സൈൻ ഇൻ എടുക്കും. കുറേ മുമ്പ് അതൊക്കെ ഇഷ്ടംപോലെ ചെയ്തു. മേ ബി ഇവിടെ ഉണ്ടായിന്ന് വരില്ല, ബട്ട് എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് ഡിവൈസ് ഉണ്ട്. അപ്പോൾ അതിൽ അവർ അറിയാതെ യൂസർ നെയിം കൊടുക്കും, പാസ്വേഡ് കൊടുക്കും, സൈൻ അടിക്കും. ആ യൂസർ നെയിം പാസ്വേഡ് എൻ്റെ ഡിവൈസിലേക്ക് വരും. അവർ ഇതെന്താ ഒന്നും കണക്ട് ആകാത്തതുകൊണ്ട് പാക്കറ്റ്സ് അവർ അവരുടെ പരിപാടിക്ക് പോകും. പക്ഷെ അവരുടെ ഒരു കോപ്പി എനിക്ക് കിട്ടി. ഇതുപോലെ ഒരുപാട് ചെയ്യാം. അപ്പോൾ പബ്ലിക് വൈഫൈ എപ്പോഴും സെക്യൂർ അല്ല. സെക്യൂർ മീൻസ് നെറ്റ്വർക്ക് മേ ബി സെക്യൂർ, അതിനുവേണ്ടി നമ്മൾ VPN യൂസ് ചെയ്യുക. അതാണ് VPN യൂസ് ചെയ്താൽ മതി. നമ്മൾ നോർമലി നമുക്ക് ഫോണിൽ കിട്ടുന്ന VPNs ഒക്കെ യൂസ് ചെയ്താലും സെക്യൂർ ആയിട്ടുള്ള നല്ലൊരു VPN പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. പർച്ചേസ് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ. അത് VPN മീൻസ് നമ്മൾ ഇതുപോലത്തെ പേയ്മെൻറ്റോ അല്ലെങ്കിൽ വളരെ സെക്യൂർ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം പബ്ലിക് വൈഫൈയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു പേടി ഉണ്ടെങ്കിൽ VPN യൂസ് ചെയ്യാം. ഓക്കെ. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇനീഷ്യലി ഫോക്കസ് ചെയ്യേണ്ട ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും? ഒരു ബിഗിനർ ആയാലും എക്സ്പെർട്ട് ആയാലും എപ്പോഴും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എല്ലാം അതിൻ്റെതായ ഉപകാരങ്ങളുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു വൈഡായിട്ട് കുറച്ചുകൂടെ നമ്മൾക്ക് യൂസ്ഫുള്ളും ആവശ്യം വരുന്നതൊക്കെ പൈത്തൺ ആണ്. പക്ഷെ അത് ഡിബേറ്റബിൾ ആണ്. ഞാൻ പൈത്തൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കമൻസിൽ പൈത്തൺ അല്ല അത് C++ ആണെന്ന് വരാം. അത് ഡിപ്പെൻസ്. പൈത്തണും ജാവയാണ് വൈഡ്ലി യൂസ്ഡ്. ഓക്കെ ഓക്കെ. അധികം എല്ലാവരും യൂസ് ചെയ്തിരുന്നല്ലേ? അത് ഏത് പ്രോഗ്രാം ലാംഗ്വേജിനെ കൊണ്ട് എന്തും ഉണ്ടാക്കാം. അത് ഒരാളെ സ്കിൽ സെറ്റ് പോലെയാണ്. ഓക്കെ ഓക്കെ.
അപ്പോൾ ഞാൻ ഇപ്പോൾ സാറോട് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സാറ് ഒരു കമ്പനി CEO ആണെന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്, അതൊരു എത്തിക്കൽ ഹാക്കർ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്? എത്തിക്കൽ ഹാക്കറാണ്. CEOനെക്കാട്ടിയും അതാണ് സാർ ഇഷ്ടപ്പെടുന്നത്. അതെ അതെ. സാർ ഫ്രീലാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒഫൻസോ ജസ്റ്റ് പഠിപ്പിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും കമ്പനീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പം തേർഡ് പാർട്ടി ആയിട്ടൊന്നും ചെയ്തില്ല. കംപ്ലീറ്റ്ലി നമ്മളിപ്പോൾ 3 ബ്രാഞ്ചസ് ഓപ്പൺ ആയി. എവിടെയൊക്കെ ഉള്ളത്? നമ്മൾ ട്രിവാൻഡ്രം ഉണ്ട്, ഓക്കെ, കോഴിക്കോടും ഉണ്ട്. കോഴിക്കോടുണ്ടോ? ഓക്കെ. സാർ ഇവിടെയാണ് അധികം ഉണ്ടാവുക? പിന്നെ ഇത് നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ ഈ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുന്നതിന്? ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കോമിഷ്യൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ബോർഡിൻ്റെ നമ്മൾ ഒഫീഷ്യലി പാർട്ട്നർഡ് ആണ്, അക്രഡിറ്റഡ് ആണ്. ഓക്കെ ഓക്കെ. അതേപോലെ നമ്മൾ ISO സർട്ടിഫൈഡ് ആണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ റെക്കഗ്നൈസ്ഡ് ആണ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആണ്. ഇപ്പോൾ സ്റ്റുഡൻസിന് ഈവൻ ഗവൺമെൻറ് ലെവലിലുള്ള NCVTൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ പഠിച്ചു തീരുന്നവർക്ക് അവർക്ക് ഓപ്റ്റ് ചെയ്യാം ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. സെക്യൂരിറ്റി പ്ലസ് വേണോ, പെൻടെസ്റ്റ് പ്ലസ് വേണോ എന്ന് സ്റ്റുഡൻസിന് ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു അവയർനെസ്സിന് 1 മന്ത് കോഴ്സ് ചെയ്യുന്നവരുണ്ട്. +2 കഴിഞ്ഞവർക്ക് ചെറിയൊരു ജൂനിയർ കോഴ്സ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ 5 months കൊണ്ട് അവർക്ക് ജസ്റ്റ് ഗൾഫിൽ പോകാൻ ഇവിടെ നിന്ന് പാച്ചപ്പ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അത് അപ്ഡേറ്റ് പല രീതിയിൽ പഠിക്കുന്നവരുണ്ട്. എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ? നമ്മൾക്ക് മെയിനായിട്ട് സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. SOC, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ, പിന്നെ അതേപോലെ ഡാറ്റ അനലിറ്റിക്സ്. ഇത് പറയുകയാണെങ്കിൽ വലിയ ലിസ്റ്റ് ഞാൻ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ബട്ട് മേജറായിട്ട് സെക്യൂരിറ്റി അനലിസ്റ്റിലാണ് നമ്മൾ തുടങ്ങാം. പിന്നെ സെക്യൂരിറ്റി പ്രൊഫഷണൽ, അത് പിന്നെ ത്രെഡ് ഹണ്ടിങ് ഒരുപാടുണ്ട്. ബട്ട് ഇതൊക്കെയാണ് മെയിനായിട്ട്. സോക്ക് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. അത് സിമ്പിളായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് ഉണ്ട്. ഒന്ന് ഒഫെൻസീവ്, ഒന്ന് ഡിഫെൻസീവ്. ഒഫെൻസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്തിട്ട് പ്രോബ്ലം കണ്ടെത്തുക. അതായത് ഒരു വീടിന്റെ ജനാല പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് അതിന്റെ പോരായ്മ കണ്ടെത്തുക. അതാണ് ഒഫെൻസീവ്. പേരിൽ തന്നെ ഉണ്ട് ഒഫെൻസ്, അറ്റാക്ക് ചെയ്തിട്ട്. ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് അതിലെ പ്രിവെന്റീവ് മെത്തേഡ് എന്തൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾക്ക് ഫ്യൂച്ചർ തടയാം. അവർ 24/7 മോണിറ്ററിംഗ് ആണ്. നമ്മളെപ്പോഴും ഒരു അറ്റാക്ക് എപ്പോഴാണ് വരുന്നതെന്ന് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഡിഫെൻസീവ് എന്ന് പറയുന്നത്. എല്ലാ കമ്പനീസും അധികം രണ്ടും ഉണ്ടാവും. അത് ഒരു എക്സാമ്പിൾ ഫയർവാൾ എന്താ ചെയ്യുന്നത്? വേണ്ടാത്ത കണക്ഷൻ പ്രിവെന്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ATM കാർഡ് എടുത്തിട്ട് എന്തെങ്കിലും വേണ്ടാത്ത ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് കോൾ വരാം, നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യാം. ഇതെങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് ആ ബാങ്കിന് മനസ്സിലായി. SOC ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അവർക്കുണ്ട്, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. അവർക്ക് അലേർട്ട് പോകും. അവർ അലേർട്ട് പോയിട്ട് അതിൻ്റെതായ ടീമിന് ചെയ്യും. ഇന്നാളെ എന്തോ ഹാക്ക് ആകാൻ പോകുന്നുണ്ട്, ജസ്റ്റ് വെരിഫൈഡ്. ഇതാണ് SOC എന്ന് പറയുന്നത്. കൂടുതൽ പ്രോഗ്രാമിംഗ് ഓർ അറ്റാക്കിംഗ് ഓർ ആ ലാംഗ്വേജ് അതൊന്നും പോകണ്ട, മോണിറ്ററിംഗ് ആണ്. അത് രണ്ടും 2 ബ്രാഞ്ചസാണ്. ഇപ്പോൾ നമ്മൾ ഫോണ് അല്ലെങ്കിൽ ടാബോ നമ്മൾ ലാപ്പോ എന്തെങ്കിലും നമ്മൾ എപ്പോഴും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. നമ്മളെ ഫോണ് ഏതെങ്കിലും ആൾക്കാർ ആക്സസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ലാപ്പ് ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റുക? ഒരു കോമൺ ലെവലിൽ അറിയാൻ പറ്റുക. നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന വീഡിയോസ്, ഫോൺ ചൂടാകുന്നുണ്ടോ നോക്കുക, അതൊക്കെ ചിലപ്പോൾ ഫോൺ കേടായാലും ചൂടാവും. അപ്പോൾ സംശയമുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഹാർഡ് റീസെറ്റ് ചെയ്യുക. അതായത് എനിക്ക് എൻ്റെ ഡൗട്ട് ഉണ്ട്, ഹാക്ക് ചെയ്തിട്ടുണ്ട്, നല്ല സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റീസെറ്റ് ചെയ്യാം. അത് സോൾവ് ആയി. അതിന് റീസെറ്റ് ചെയ്യാതെ അനലൈസ് ചെയ്യണമെങ്കിൽ ഗിവ് ടു എൻ എക്സ്പേർട്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ആൻറ്റിവൈറസിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുന്ന മിക്ക വൈറസും കമ്പ്യൂട്ടർ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും ക്രൂഷ്യൽ സംഭവം എക്സ്പേർട്ടിനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തമായിട്ട് അതിൽ റിസ്ക് എടുക്കരുത്. പിന്നെ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, നമ്മൾക്ക് അറിയാത്തത് അത് ട്രബിൾ ഷൂട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ വേണ്ടാത്ത പെർമിഷൻ കൊടുത്തിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മ്യൂസിക്കിന്റെ ആണ്. അതിന് ഗാലറിന്റെ പെർമിഷൻ ആവശ്യമില്ല. അങ്ങനെ ഗാലറിന്റെ പെർമിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിഫൈ ആപ്പ് അല്ല, അത് എന്തോ ക്രാക്കഡ് ആപ്ലിക്കേഷൻ പുറത്തുനിന്ന് എടുത്തായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ട്രസ്റ്റഡ് വെബ്സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒരാൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എന്നെ ഏത് സമയവും ആൾക്കാർ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു 10 ആളെങ്കിലും ശ്രമിക്കും. കാരണം എന്നെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അവർക്ക് പേരാണ്. ഒന്ന്, ഞാൻ പബ്ലിക്കിൽ എപ്പോഴും ചലഞ്ച് കൊടുക്കുന്ന ഒരു സംഭവം. നമ്മുടെ ചാനലിന്റെ പേരെന്തായിരുന്നു? പാപ്പ് വിത്ത് NS. ടോക്ക് വിത്ത് എന്നല്ല, പാപ്പ് പേജസ് ആൻഡ് പോഡ്കാസ്റ്റ്. ഓക്കെ, പാപ്പ് വിത്ത് NSന്റെ വ്യൂവേഴ്സിന് ഞാനൊരു ഓപ്പൺ ചലഞ്ച് കൊടുക്കുകയാണ്.
എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് 1 lakh rupees അവർക്ക് കൊടുക്കും. ഇതേപോലെ ഞാൻ എല്ലാ ചാനലിലും ഓപ്പൺ ചലഞ്ച് വെക്കാറുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് എത്ര അറ്റാക്ക് വരുന്നത്, പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഹാക്കാകുന്നില്ല? അതെൻ്റെ കോൺഫിഡൻസ് അല്ല. ഞാൻ ഒന്നും ക്ലിക്ക് ഒന്നും ചെയ്യില്ല, ലിങ്കോ കാര്യങ്ങളോ OTP ഒന്നും കൊടുക്കില്ല. കൊടുത്താലേ ഞാൻ ഹാക്കാവും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടാവും ഹാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയപ്പെടുത്തുന്നത്. നിന്റെ അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്യാനുള്ള ഫ്രണ്ട്സ് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ അതിന് പോയി ചെയ്താലേ ആവുള്ളൂ. ഞാൻ അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിനോ ഫേസ്ബുക്കിനോ പ്രശ്നം പറ്റണം. ആ പ്രശ്നം പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് 1 ലക്ഷം വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ ആ പ്രശ്നം കമ്പനിക്ക് പറഞ്ഞു കൊടുത്താൽ കോടികൾ കിട്ടും. ഇപ്പൊ എന്നെ ഒരാളെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രിക്ക് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് 1 ലക്ഷം കൊടുത്തതിന് അപ്പുറത്ത് വേണമെങ്കിൽ എനിക്ക് 10 ലക്ഷം എടുക്കാം. ഓക്കെ. അപ്പോൾ അത് ഒരു വിൻ ആണ് സാറിന്. അത് പറയാം. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുക്കുമല്ലോ ഷോപ്പുകളിൽ, നമ്മൾ എന്ത് തരത്തിലാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാം? അത് അപ് ടു ദം അറിയുന്ന ഷോപ്പിൽ കൊടുക്കുക. അവിടെയും റിസ്ക് തന്നെയാണല്ലേ? ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടു, ഒരു ചാർജറിന്റെ വയർ കുത്തിയാൽ അതുവഴി വരെ നമുക്ക് എടുക്കാന്നൊക്കെ. ഇങ്ങനെ ONG കേബിൾ എന്നാ പറയാ. കേബിളിന്റെ അകത്ത് ചിപ്പ് ഉണ്ടാവും, നമുക്ക് എമുലേറ്റ് ചെയ്യാൻ പറ്റും. ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ട് നാട്ടില്. അപ്പൊ അവിടെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം മെയിൻ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അല്ലാണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളെ ഫാക്ടറി വിസിറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുകയാണ്, അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ ഡാറ്റാസ് ഒക്കെ എടുത്തൂടെ? എടുക്കാൻ പറ്റും. അതിപ്പം അത് നമ്മളെ കയ്യിലിരിക്കുന്ന സംഭവമല്ല. എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പിന്നെ അവർ ചില ഷോപ്പിലൊക്കെ ഇപ്പോൾ ട്രാൻസ്പെറൻസി ഉണ്ട്, നമ്മൾക്ക് ഒരുമിച്ച് ആ ഗ്ലാസ്സിലൂടെ കാണാം എന്നൊരു ഓപ്ഷൻ ഉള്ള ഷോപ്പിൽ കൊടുക്കുക, നമ്മൾ ഒരുമിച്ച് നിൽക്കുക. അതാണ് ഏറ്റവും നല്ലത് അല്ലേ? അത് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഷോപ്പുകാരെല്ലാം. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ ഷോപ്പുകാർക്ക് 100 കണക്കിന് ഫോൺ വരുന്നതാണ്, അവർക്ക് ഈ ഡാറ്റ എടുക്കലല്ല പണി. പക്ഷെ പറയാൻ പറ്റില്ല, മിസ്യൂസ് ഉണ്ടാവും. എല്ലാ നാട്ടിലും എല്ലായിടത്തും ഒരു ചീത്തയായ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, നല്ലതായിട്ടുള്ളതും ഉണ്ടാവും. അപ്പൊ അത് എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല ഇത് അങ്ങനെ ചെയ്യുമെന്നോ ചെയ്യൂല എന്നോ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കോമൺ ആയിട്ട് നടക്കുന്ന സൈബർ സെക്യൂരിറ്റി അറ്റാക്സ് ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ആണ്. ഫിഷിംഗ് നേരത്തെ ഞാൻ പറഞ്ഞ അത് മെയിൻലി അതാ. പിന്നെ ഈ ഗിവ് അവേ, ഐഫോൺ ഗിവ് അവേ, അതേപോലെ തന്നെ ലോൺ ആപ്ലിക്കേഷൻ, ലോണ് തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ലോണ് തരും. പിന്നീട് നമ്മളെ ഫോണിലെല്ലാം ആക്സസ് എടുത്തിട്ട് നമ്മളെ ഫോട്ടോ മോർഫ് ചെയ്യും, ന്യൂഡിറ്റി ഉണ്ടാക്കിയിട്ട് പറയും ഇത് നമ്മളെല്ലായിടത്തും ലീക്കാക്കും, അല്ലെങ്കിൽ ലോൺ എടുത്തതിൻ്റെ 3 ഇരട്ടി പൈസ തിരിച്ചു തരണമെന്ന് അറിയും. അപ്പം നമുക്ക് തിരിച്ച് കേസ് കൊടുക്കാനൊന്നും പറ്റില്ല? പറ്റും, പക്ഷേ ഇവർ നാണക്കേട് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർക്ക് കൊടുക്കില്ല. പിള്ളേരൊക്കെ ആയിരിക്കും. എല്ലാം ലീഗലി പോകാൻ പറ്റും, പക്ഷെ ആൾക്കാർ നാണക്കേട് വിചാരിച്ചിട്ട്. ഇപ്പം നമ്മൾ ഈ ചില ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ആക്സസ് ചോദിക്കില്ല ഗാലറിൻ്റെ, ഗാലറി ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഓർക്കത് എടുക്കാൻ പറ്റും. എല്ലാം നമ്മളോട് ചോദിക്കും. അതിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ഫോട്ടോസ് ആണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോൺ. ഐഫോണിൽ പറ്റില്ല എന്നാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡിൽ പറ്റാറുണ്ട്. അത് എങ്ങനെയാണോ ഹൈഡ് ചെയ്യുന്നത് അതുപോലെ. പക്ഷേ നമ്മൾ ആക്സസ് കൊടുക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു ലിങ്ക് അയച്ചു, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതിൽ വാട്സപ്പ് ഉണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മാക്കിലുണ്ട്, ലാപ്പ് എടുക്കണം, കുഴപ്പമില്ല. ഞാൻ അതിൽ ആക്സസ് ചോദിക്കും, ക്യാമറ പെർമിഷൻ ചോദിച്ചോട്ടെ. എല്ലോ കൊടുത്തതിനാൽ എനിക്ക് ഫോട്ടോ കിട്ടും. ഇതിലെൻ്റെ ക്യാമറ ഓൺ ആയി എനിക്ക് അറിയില്ല, ചെറിയൊരു ലൈറ്റ് കത്തും. ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ലൈറ്റ് കത്തും, അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. പിന്നെ എല്ലോ അടിക്കുന്ന സംഭവം നമ്മളൊരു 100 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ 60 പേരും എല്ലോ അടിക്കും. അത് ചുമ്മാ ആയിരിക്കില്ല ലിങ്ക് അയക്കാം, ചിലപ്പം എന്തെങ്കിലും ഗിവ് അവേ ആവാം. അവർ എന്തെങ്കിലും പ്രോമിസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുക്കുക. അവർ അത് വായിക്കില്ല. എല്ലാവർക്കും എല്ലാം നെക്സ്റ്റ് അടിച്ചിട്ട് ശീലമുള്ളൂ. ആ കൂട്ടത്തിലങ്ങ് അടിച്ചു പോകും. നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എങ്ങനെ അഗ്രിമെന്റ് സൈൻ ചെയ്യുക, ഐ അക്സെപ്റ്റ്, നെക്സ്റ്റ് വായിക്കുന്നില്ല. ചിലപ്പോൾ നമ്മളെ വീടിന്റെ ആധാരം വരെ എഴുതിയെടുക്കുന്ന എഗ്രിമെന്റിൽ ഉണ്ടാവും. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, പക്ഷെ നമ്മൾ അതിനും സൈൻ. എഗ്രിമെന്റ് നമ്മൾ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ഇടുന്നതിന്റെ അതേ വാല്യൂ ഉണ്ട് ഇതിന്. അപ്പോൾ ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ 80-90 ആൾക്കാരും അടിച്ചടിച്ച് പോക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? വായിച്ചു നോക്കൂല. നമ്മളിപ്പോൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അഗ്രിമെന്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ പരസ്യത്തിന് വേണ്ടിയിട്ട് പലതും ഡാറ്റ എടുക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തത് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത സാധനം ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം വരുന്നില്ലേ? നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സാധനം, സംസാരിച്ച സാധനം പരസ്യം വരുന്നില്ലേ? ഇതൊക്കെ നമ്മളിപ്പോൾ ഹേയ് സിരി എന്ന് വിളിക്കുമ്പോൾ സിരി ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഏത് സമയം മൈക്ക് ഓപ്പൺ കേട്ടോണ്ടിരിക്കണം നമ്മൾ പറയുന്നതൊക്കെ. അപ്പോൾ അതിൽ ഡാറ്റ ഏതൊക്കെ സെല് ചെയ്യുന്നുണ്ട് നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാതെ അല്ല എടുക്കുന്നത്, നമ്മൾ അവരെ കുറ്റം പറയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 100 പേജ് ഉണ്ടാവും. എവിടെയെങ്കിലും നമ്മൾക്ക് അറിയാത്ത രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇംഗ്ലീഷ് 2 രീതിയിൽ എഴുതാം, ടഫായിട്ടും ഈസി ആയിട്ടും എഴുതാം. ടഫായിട്ടുള്ള എഗ്രിമെന്റ് ആയിരിക്കും അത്. ലീഗലി പോയവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവർ പറയുന്നുണ്ടാവും ഇതൊന്നും നമ്മളുടെ ഡാറ്റ അല്ല എടുക്കുന്നത്, ബട്ട് മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പല സംഭവങ്ങളും
ഫെച്ച് ചെയ്യുന്നുണ്ട്. ഓ അങ്ങനെ. ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചെറിയ ചെറിയ കമ്പനീസ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ശരിക്കും നല്ല രീതിയിൽ റിസ്ക്കിലല്ല അവർ നിൽക്കുന്ന എല്ലാവരും? ഇപ്പം എൻ്റെ സ്കൂൾ വെച്ച് പറയാം, കോളേജ് വെച്ച് പറയാം, ആർക്കും ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരമാണ് എന്തൊക്കെ ജോബ് റോൾസ് ഉണ്ട്. നമ്മൾ IT ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂർ ചെയ്യുക എന്നുള്ളൊരു ജോബ് റോൾ ഉണ്ട്. അതായത് എല്ലാം അഡ്മിനാണ് പാസ്വേഡ്, അവരുടെ മെയിൻ വെബ്സൈറ്റ് ആവട്ടെ, അവരുടെ മെയിൻ എല്ലാം ഈസി യൂസർ നെയിം പാസ്വേഡാണ്. അതായത് വലിയ കെട്ടിടം പണിഞ്ഞു, അതിൻ്റെ തറ ചിലപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയത്. പക്ഷേ ഈ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരൊന്നും ഇങ്ങനത്തെ ആൾക്കാരെ നോക്കുക, അതിനെ പറ്റി ഒരു അവയർനെസ് ഇല്ലല്ലോ അവർക്ക്. ശരിക്കും അതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ മെയിൻലി പബ്ലിക്കിന് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇഷ്ടംപോലെ സ്കൂളുകളിൽ പോയിട്ട് അവയർനെസ് കൊടുക്കാറുണ്ട്, എന്തൊക്കെ ചെയ്യണം ചെയ്യുന്നില്ല. ഇവിടെ നിന്നൊക്കെയാണ് പബ്ലിക്കിൻ്റെ ഡാറ്റ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ +2 കഴിഞ്ഞാൽ അവർക്ക് കോള് വരാറുണ്ട് കോളേജസ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ നോക്കുന്നുണ്ടോ, +2 ഇത്ര മാർക്ക് ഉണ്ടല്ലോ, എവിടുന്ന് നമ്പർ കിട്ടി, എവിടുന്ന് +2 പാസ്സായി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി, എവിടുന്ന് അവർക്ക് നമ്മൾ കോളേജ് നോക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. ഇതൊക്കെ എങ്ങനെ ഒരു കമ്പനിക്ക് കിട്ടിയത്? ഇതൊക്കെ ചോദിച്ചെന്നാ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇത്ര ഈസി ആയിട്ടുള്ള. ഞാൻ ഈ അടുത്തൊരു കോളേജിൽ നോക്കിയാൽ അവിടുത്തെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിലിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വിത്തിൻ സെക്കൻഡ്സ്. അവരുടെ പാസ്വേഡ് ഈസി ആയിരുന്നു. 1 2 3 4. സത്യം പറഞ്ഞാൽ എല്ലാം 1 2 3 4 എല്ലാവരും റിസ്കിൽ തന്നെയാണുള്ളത്. ശരിക്കും ഇതിനൊരു മേജർ പാർട്ടാക്കിയിട്ട് തന്നെ ഓരോ ഏത് കമ്പനി തുടങ്ങുമ്പോഴും എന്ത് തുടങ്ങുമ്പോഴും അവിടുത്തെ IT അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം അത് ടോപ്പായിട്ട് പ്രയോറിറ്റി ആയിട്ട് കാണണം. അതില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഫ്യൂച്ചറിൽ പ്രശ്നമാണ്. ഒരു കമ്പനി വളരുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാകുക. ഇനീഷ്യലി അവർ മേ ബി 2 സ്റ്റാഫും അത് അത്രയും ഉണ്ടാവുക, പോയാൽ അത്ര, ഈ ഒരു മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ ഗെയിമൊക്കെ ക്രാക്ക് ഡൗൺലോഡ് ചെയ്യും, പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനീഷ്യലി അവരോട് പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആകെ 50 രൂപയുള്ളൂ ആക്കായിട്ട് ഉണ്ടാവാനാണ്. ഇതാണ് റിപ്ലൈ. പക്ഷെ അവർ വളരും, അവരുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുന്ന ഒരു കാലം ഉണ്ടാവും. പക്ഷെ അന്ന് പോയ പാസ്വേഡ് ഇതൊക്കെ അതായിരിക്കും ഇപ്പോഴും ഉണ്ടാകുക. പിന്നെ ആ പൈസ പോയി കഴിഞ്ഞാൽ അതിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ അതിന് മന്ത്ലി പാസ്വേഡ് മാറ്റുക അല്ലെങ്കിൽ വീക്ക്ലി പാസ്വേഡ് മാറ്റുക. മറന്നാൽ പോട്ടെ, ഫോർഗോട്ട് അടിച്ചാൽ കിട്ടും. നമ്മൾ എല്ലാം ഓർത്ത് വെക്കേണ്ട എഴുതി വെക്കേണ്ട കണ്ടീഷൻ ആക്കരുത്. സാറേ, ഈ എന്താ ഈ ഡാർക്ക് വെബ് അല്ലെങ്കിൽ ഡീപ്പ് വെബ്, ഇതെന്താ സംഭവം? ഇത് ആക്ച്വലി ഒരു ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കയറാൻ പാടില്ല, ഇത് ഇല്ലീഗലാണ്, അവിടെ ഡ്രഗ്സ് ആണ്, ഗണ്ണാണ്, ഇതൊക്കെ ഇങ്ങനെ ഒരു ഇമേജാണ് എല്ലാവർക്കും ഉള്ളത്. 90% ഓഫ് ദ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പിക്ചറായിരിക്കും ഉള്ളത്. ഈ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇൻഡെക്സ്ഡ് വെബ്സൈറ്റ് എന്ന് പറയാം, ഡിഫൈൻ ചെയ്യാം. നമ്മളിപ്പോൾ ഗൂഗിളിൽ ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാഡമി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഫെൻസോയുടെ വെബ്സൈറ്റ് കാണാം, ഇൻസ്റ്റാഗ്രാം കാണാം, എൻ്റെ പേജ് കാണാം. ഇതൊക്കെ എങ്ങനെ ഗൂഗിളിന് കിട്ടുന്നത്? ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്. ഇൻഡെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, സെർച്ച് എഞ്ചിനൊക്കെ സ്പൈഡേഴ്സ് ഉണ്ടാവും. സ്പൈഡേഴ്സ് എല്ലായിടത്തും ഇരുന്നിട്ട് ക്രോൾ ചെയ്യാന്ന് പറയും. നമ്മളെ വെബ്സൈറ്റിലൊക്കെ കയറി ഇറങ്ങും. അപ്പോഴാണ് നമ്മളെ വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ച് എഞ്ചിന് കിട്ടുന്നത്. ഇതൊക്കെ ഇൻഡെക്സ്ഡ് പേജാ, സെർച്ചിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് അവൈലബിളാ. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കും ഒരു സെർച്ച് എഞ്ചിൻ. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻഡെക്സ്ഡാ. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഡാർക്ക് വെബിൽ ഇന്ന വെബ്സൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാർക്ക് വെബിലൊരു വെബ്സൈറ്റാണ് XYZ സിലിക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണെന്ന് വിചാരിക്കുക, എക്സാമ്പിളാണ്. അത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ലിങ്ക് വരില്ല, അത് ഇൻഡെക്സ് ചെയ്തിട്ടില്ല, അത് ഹിഡനാണ്. ഇനി ഡാർക്ക് വെബ് ആക്സസ് ചെയ്യണമെങ്കിൽ പ്രത്യേക VPN പ്രോക്സി ചെയിൻ വേണം. അതെന്താണ് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഗൂഗിളിൽ ഒരു വെബ്സൈറ്റ് അടിച്ചിട്ട് ഡയറക്റ്റ്ലി കയറാം. ഡാർക്ക് വെബിൽ ഒരു വെബ്സൈറ്റ് www.google.com എന്നല്ല ഉണ്ടാവുക, പല റാൻഡം ക്യാരക്ടേഴ്സ് .onion .com അല്ല .onion ഉണ്ടാവുക. നമ്മൾ ഇതൊരു ഫൺ ഫാക്റ്റ് ആണ്. ഒനിയൻ എങ്ങനെ ഉണ്ടാവുക? സവാള ആദ്യം ഒരു സ്കിന്ന് പൊളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്കിന്ന്, വീണ്ടും ഒരു സ്കിന്ന്, ആ സ്കിന്ന് തീരില്ല. സെയിം കൺസെപ്റ്റ് നമ്മൾ VPNലേക്ക് വരാം. ഒരു VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ IP അഡ്രസ്സ് വേറൊരു രാജ്യത്തേക്ക് പ്രോക്സി ചെയ്യുന്നു. ഫൈൻ. ഒരു VPN ഇവിടെ, ഈ VPN മറ്റൊരു VPN കണക്ട് ചെയ്യുന്നു, ഈ VPN മറ്റൊരു VPN കണക്ട് ചെയ്യുന്നു. പ്രോക്സി ചെയിൻ. ഇങ്ങനെ ഒരുപാട് VPN കണക്ട് ചെയ്ത് എൻഡിൽ ഏതോ കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും ഡാർക്ക് വെബിൽ കയറാം. നമ്മളുടെ ട്രാക്ക് കിട്ടുക എന്ന് പറയുന്നത് നിയർ ടു ഇമ്പോസിബിളാണ്. ഇമ്പോസിബിൾ എന്ന് കംപ്ലീറ്റ്ലി അണ്ടർലൈൻ ഇട്ട് പറയുന്നില്ല, നിയർ ടു ഇമ്പോസിബിൾ നമ്മളെ ട്രാക്ക് ചെയ്യാന്ന് പറയുന്നത്. കാരണം ഇത്രയും IP അഡ്രസ്സ് മാറിയിട്ടാണ് വരാം. ലാസ്റ്റത്തെ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പിലുള്ള ആളെ കിട്ടാം. ഇതിങ്ങനെ പ്രോക്സി ചെയിൻ ഇതിനാ പറയുന്നത്. ഡീപ്പ് വെബിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രോക്സി ചെയിൻ യൂസ് ചെയ്യണം.
പ്രോക്സി ചെയിൻ യൂസ് ചെയ്താൽ മാത്രമേ ഡാർക്ക് വെബിലേക്ക് എത്താൻ പറ്റൂ. ഡാർക്ക് വെബും വ്യത്യാസം എന്താ വെച്ചാൽ ഡീപ്പ് വെബ് എന്ന് പറഞ്ഞാൽ അവരുടെ സെർച്ച് എഞ്ചിൻ കംപ്ലീറ്റ്ലി ഉള്ളത് ഡീപ്പ് വെബിലാണ്. സോ ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്ക് പ്രത്യേക ടോർ ബ്രൗസർ എന്ന് കേട്ടിട്ടുണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പല പ്രോക്സി ചെയിനും ഉണ്ട്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ VPN കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗസർ യൂസ് ചെയ്യാം. ടോർ ബ്രൗസർ യൂസ് ചെയ്താൽ ഡയറക്റ്റ്ലി അത് വിത്ത് VPN വരുന്ന ബ്രൗസറാണ്, അതിൻ്റെ അകത്തേക്ക് കയറാം. ഇനി മറ്റൊന്ന്, ഇതിൽ വെറും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ല. ഫേസ്ബുക്കിന് ഡാർക്ക് വെബ് ഉണ്ട്. ഇവിടെയുള്ള പല ബാങ്കിനും അവരുടെ വളരെ കോൺഫിഡൻഷ്യൽ ഡാറ്റ കീപ്പ് ചെയ്യുന്നത് ഡാർക്ക് വെബിലാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ പുറത്തുള്ളവർക്ക് കണ്ടെത്താതിരിക്കാൻ ഏത് കോമൺ മാൻ വേണമെങ്കിലും കയറാം, അതിന് പ്രശ്നമില്ല. ഞാൻ ഡാർക്ക് വെബിൽ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ട് എൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. ഡാർക്ക് വെബിൽ ഫ്ലിപ്കാർട്ടിൽ എല്ലായിടത്തും കയറി കാണിക്കുന്നുണ്ട്. അതിലെല്ലായിടത്തും സെർച്ച് കയറിയ ഹാക്ക് ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഹാക്ക് ചെയ്യും മീൻസ് ഡാർക്ക് വെബിൽ അറിയാത്ത വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ തരുന്ന ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കരുത്. അതുപോലെ ഡാർക്ക് വെബിൽ ഒന്നും വാങ്ങരുത്, നമ്മൾക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ ഡാർക്ക് വെബിൽ ഒരു ഗണ്ണ് വാങ്ങാൻ കിട്ടുന്നു, അതൊക്കെ ശരിക്കും ഉണ്ട്. പക്ഷേ ഞാൻ ഒരു ഗണ്ണിന് വേണ്ടിയിട്ട് അതൊരു റുപ്പീസ് അല്ല, ബിറ്റ് കോയിനെ കൊടുക്കുക. ഞാൻ പൈസ കൊടുത്തു, അത് അവർ അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ എവിടെ പറയും? അതൊരു സ്കാം ആവുമല്ലോ. ഡാർക്ക് വെബിൽ എനിക്ക് ഹാക്കറെ ഹയർ ചെയ്യുന്നു, പൈസ അയച്ചു കൊടുത്തു, പിന്നെ ഇങ്ങോട്ട് റെസ്പോണ്ട് ഇല്ല. 90% ഓഫ് ദ ടൈം അതിൽ ഓൾറെഡി എന്താ പറയുക, പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അത് ഫേക്ക് ആവാം, ഒറിജിനൽ ആവാം, നമ്മൾക്കറിയില്ല. അപ്പോൾ അത് പൈസ അവിടെ എത്തിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അത് ട്രാക്കബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ കേട്ടത് ഇതിലെ ഡാർക്ക് സൈഡ് മാത്രമാണ്. പക്ഷെ ഇത് ഐ തിങ്ക് ഇത് ഒറിജിനേറ്റ് ചെയ്തത് US നേവിയോ, അതെനിക്കറിയില്ല, ഗൂഗിൾ ചെയ്താലേ കിട്ടും. നേവി ഓർ ആർമി, ആ US നേവി അന്നേരം കോൺഫിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി കണ്ടുപിടിച്ചതായിരുന്നു. പിന്നെ അത് ഗ്ലോബലി അക്സെപ്റ്റ് ആയതാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന് എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു സംഭവം, ഡാറ്റ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ല, അതിൽ ആക്സസ് ചെയ്യാനൊക്കെ അവര് അത് നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്, കൂടുതൽ അതാണ് നടക്കുന്നത്. ഓക്കെ, ഈ ശരിക്കും നമ്മൾ ഈ കേൾക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ വൾഗറായിട്ടുള്ള പല കാര്യങ്ങളും പിന്നെ ഗണ്ണ് അങ്ങനത്തെ എല്ലാം അതിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്ലസ്സും ഉണ്ട്. അതായത് നമ്മള് ബിലോ 18 വീഡിയോസ്, അബവ് 18 അല്ല, ബിലോ ചൈൽഡ് ആ വേർഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രശ്നം വരും. അങ്ങനത്തെ ഒക്കെ അതിൽ വാങ്ങാൻ കിട്ടും, അതൊക്കെ ഉള്ളതാ. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടു, അത് ശരിക്കും വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കേരളത്തിലൊക്കെ അത് സംഭവം ഉണ്ട്, ഉണ്ടായിക്കൂടെ? അത് ആരാ അറിയുന്നു? ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്താൽ ഞാൻ യൂസ് ചെയ്താൽ ആരും അറിയുന്നു? ആർക്കും അത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഹൈലി ശ്രദ്ധിച്ചു പോയിട്ടില്ലെങ്കിൽ ഡേഞ്ചർ ആണല്ലേ? അത് ഞാൻ പറയുന്നത് ഡാർക്ക് വെബിനേക്കാൾ ഡേഞ്ചർ സർഫസ് വെബാ. സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൂഗിള്, നമ്മളിപ്പോൾ ഉള്ളത് സർഫസ് വെബിലാണ്. പിന്നെ അത് ഡാർക്ക് വെബിനേക്കാൾ ഡേഞ്ചർ സർഫസ് വെബിൽ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാം ഡേഞ്ചറാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതെല്ലാം മൈൻഡ് സെറ്റാ, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ഓക്കെ. പക്ഷേ ഇപ്പോഴുള്ള അധികം ആൾക്കാർ 90% ആൾക്കാരും അവർക്ക് കിട്ടുന്ന സാധനം കിട്ടുകയാണെങ്കിൽ എന്തിനും അക്സെപ്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് ലെവലിൽ അങ്ങനെ പോകുന്നത്. നമ്മൾ ഈ ഹാക്കേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കോമൺലി ആൾക്കാരുടെ ഉള്ള ഒരു മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെ ആയിരിക്കും? അവർ എല്ലാവരെയും ഇൻസ്റ്റാഗ്രാമൊക്കെ ഹാക്ക് ചെയ്യും. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് എന്താ അറിയാം? എൻ്റെ ഇൻസ്റ്റാഗ്രാം ആരോ ഹാക്ക് ചെയ്ത് തിരിച്ചെടുത്ത് തരും, എൻ്റെ ഫേസ്ബുക്ക് പോയി തിരിച്ചെടുത്ത് തരും, എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്ത് അവരുടെ ഫേസ്ബുക്ക് എടുത്ത് തരും, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റ എടുത്ത് തരും, വാട്സപ്പിലെ ചാറ്റ് എനിക്ക് കാണണം. ഇതൊക്കെ നമ്മൾക്ക് പറ്റൂന്നാണ് അവരുടെ വിചാരം. അതാണ് ഒരു മിസ്കൺസെപ്ഷൻ. പറ്റും, പക്ഷെ അവർ ആക്സസ് ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഹാക്കിംഗ് എന്ന് പറയില്ലല്ലോ, അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇതൊക്കെ എനിക്ക് പറ്റും, എനിക്കെല്ലാം ഹാക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഇന്നും വരെ കോള് വന്നു. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് എനിക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റും. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇപ്പം എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്, അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് കാണാൻ പറ്റും. ഇതൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ ഏതെങ്കിലും ഫിഷിംഗ് ലിങ്ക് ഒക്കെ അയച്ച് അവരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ച് അതിൽ യൂസർ നെയിം പാസ്വേഡ് എടുത്തിട്ട് അയാം കാതലിൻ്റെ മൂവിയിൽ ചെയ്ത പോലെ ചെയ്യേണ്ടി വരും. അത് ഇല്ലീഗലാ, അത് ചെയ്യാൻ പാടില്ല. ആസ് എൻ എത്തിക്കൽ ഹാക്കർ ഇപ്പൊ എനിക്കൊന്നും ചെയ്താൽ എൻ്റെ പണി, ഞാൻ പിന്നെ ഇവിടെ ഈ ഒരു അക്കാദമി നടത്തിയിട്ട് കാര്യമില്ല. എത്തിക്കൽ ഹാക്കിങ്ങിന്റെ പേര് വെട്ടേണ്ടി വരും. പക്ഷേ സാറ് പറഞ്ഞപ്പോൾ ഡൗട്ടാണ്. അതായത് ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പനീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അൺഎത്തിക്കലി മൂവ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലീസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് ഏത് പോലീസ് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇൻസിഡന്റ് പറഞ്ഞുതരാം. ഇത് പോലീസ് ഇൻഡിവിജ്വൽ പേഴ്സണിന് വേണ്ടിയിട്ടാണോ അതോ ഒരു കേസ് അന്വേഷണം? ഒരാൾ മിസ്സിംഗ് ആയിരുന്നു. അവര് ഐ തിങ്ക് കേരളത്തിൽ തന്നെ വയനാട് ഏതൊരു ഭാഗത്ത് മൂപ്പർ പോയി, സ്ത്രീ ആയിരുന്നു.
വാട്സപ്പ് മാത്രം കിട്ടുന്നുണ്ട്, സിമ്മില്ല. അതേപോലെ സിമ്മെല്ലാം കളഞ്ഞു, ഏതോ വൈഫൈയിലാണ് കിട്ടുന്നത്. അപ്പം പോലീസുകാർക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സിം വേണം, അല്ലെങ്കിൽ ഫോണിൻ്റെ IMEI വേണം. ഇതൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പോലീസുകാർക്ക് സത്യം പറഞ്ഞാൽ പറ്റും, എന്തെങ്കിലും ഉണ്ടാണ്. അപ്പം നമ്മൾക്ക് ഇതിനൊരു കുരുട്ട് വഴിയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് അയച്ചു കൊടുത്തു. ഫിഷിങ് ഒരു ക്യാമറയും ലൊക്കേഷനും IP അഡ്രസ്സും കിട്ടുന്ന ഒരു ലിങ്കാണ്. ആ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തു വാട്സപ്പിൽ. അവരെന്ത് ചെയ്തു, അത് അത് എങ്ങനെ അയച്ചു കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ പേര് വെച്ചൊരു ഫോട്ടോ വെച്ചു. എന്നിട്ട് പറഞ്ഞ് ഈ ഒരു വ്യക്തി ഇന്ന ഒരു കാമുകനാണ്, ഇപ്പം ഒളിച്ചുകൂടി പോലീസ് പിടിയിൽ. ഇതാണ് ന്യൂസ്. ഒരു പാതി ബ്ലറായ ഒരു പിക്ചറാണ്, കുറച്ച് ബ്ലഡിന്റെ സ്റ്റെയിൻ ഒക്കെ വെച്ചിട്ട് ഒരു നമ്മൾ പ്രമുഖ ന്യൂസ് ചാനലിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് ഒരു ഫേക്ക് സാധനം ഉണ്ടാക്കി. അത് കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരുടെ ഫ്രണ്ടിനെ കൊണ്ട് അയപ്പിച്ചു. എന്നിട്ട് അടിയിൽ ഇത് നിങ്ങളാണോ ഒന്നും നോക്കിയേ, ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തു. അപ്പോൾ അവർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആരും ഒന്ന് ക്ലിക്ക് ചെയ്തോ. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് അവർ അയച്ചു കൊടുത്ത് സ്പോട്ടിൽ അത് ക്ലിക്ക് ചെയ്തു. അവരുടെ ഫ്രണ്ടിലെ സെൽഫി വന്നു, അവരുടെ കറണ്ട് ലൊക്കേഷൻ കിട്ടി. കാരണം എല്ലാം അവർ അലോ കൊടുത്തു. ഒരു പ്രായമുണ്ട്, ഒരു 35 to 40 റേഞ്ചിൽ വരുന്ന ഏജ് ഉണ്ട്. എല്ലാം അലോ കൊടുത്തു. ഫോട്ടോ കിട്ടി, ലൈവ് ലൊക്കേഷൻ കിട്ടി, ഇപ്പോൾ IP അഡ്രസ് കിട്ടി. ഞാൻ അത് കൈമാറി. പിന്നെ അവർ എന്താക്കിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വിത്തിൻ സെക്കൻഡ്സ് കണ്ടെത്താം. അങ്ങനെ സമയങ്ങൾ അങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും. അവർ ലീഗലി എങ്ങനെ മൂവ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്ക് എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, മിസ്സിംഗ് കേസ് തന്നെ എടുക്കാം. കേരളത്തിൽ എല്ലാവരും മംഗലാപുരം പോയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു ലെറ്റ്സ് 20 നില ഫ്ലാറ്റിൽ 1000കണക്കിന് റൂമില്ല, ഒരു 750ാമത്തെ റൂമിലാണ് അവനുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനക്ക് തിന്നാൻ വേണമല്ലോ, സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഓർഡർ ചെയ്യും. അവൻ്റെ ഫോൺ നമ്പറും പേരും വെച്ചിട്ട് സ്വിഗ്ഗിയിൽ നിന്ന് നമ്മൾക്ക് അവിടുത്തെ നോഡൽ ഓഫീസിന് കണക്ട്, നമ്മൾക്കല്ല ലീഗലി പോലീസുകാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാളെ പേരിൽ എവിടെന്നെങ്കിലും ഡെലിവറി അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്തെങ്കിലും മാച്ച് ആകുന്നുണ്ടെങ്കിൽ കറക്റ്റ് റൂം ഡോർ നമ്പർ അടക്കം കിട്ടും. ഇത് വെച്ചിട്ട് ഇഷ്ടംപോലെ ആളെ പൊക്കാറുണ്ട്, സ്വിഗ്ഗി സൊമാറ്റോ വെച്ചിട്ട്. നമ്മളെ കേരളത്തിൽ ഇഷ്ടംപോലെ ഹാക്കേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എത്തിക്കൽ അൺഎത്തിക്കലൊക്കെ ഉണ്ട്. അൺഎത്തിക്കൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എത്തിക്കലുണ്ട്. അൺഎത്തിക്കൽ ഇല്ലോണ്ടാണല്ലോ എത്തിക്കലിന് പണി. ഇപ്പോൾ കള്ളന്മാരില്ലോണ്ടല്ലേ പോലീസുകാർക്ക് പണി. ഈ അൺഎത്തിക്കൽ ഇല്ലെങ്കിൽ ഈ ആന്റിവൈറസ് വൈറസ് ഉണ്ടാക്കിയിട്ട് അത് സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് ആന്റിവൈറസ് കമ്പനി ആക്ച്വലി ചെയ്യുന്നത് വൈറസിനെ തേടി കണ്ടെത്തിയിട്ട് എടുക്കുക, ഡാറ്റ കളക്ഷനാണ്. പിന്നെ എൻ്റെ കമ്പ്യൂട്ടറിൽ പുതിയൊരു വൈറസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ഒരു കോപ്പി എടുത്ത് കൊണ്ടുപോകും, എന്നിട്ട് സ്റ്റഡി ചെയ്യും. എന്നിട്ട് അടുത്ത അപ്ഡേറ്റിൽ ഇത് വൈറസ് ആണെന്ന് കാണിക്കും. അവർ തന്നെ വൈറസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഏതെങ്കിലും കമ്പനി, പ്രമുഖ കമ്പനി ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഇൻ കേസ് ഒരാൾ അൺഎത്തിക്കലി ഹാക്കിംഗ് ചെയ്തിട്ട് പിടിച്ച് അവർക്കുണ്ടാവുന്ന കുറ്റം അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രൈം. എന്തായാലും സൈബർ ക്രൈം എല്ലാം ഭയങ്കര ക്രൂഷ്യലാണ്. എല്ലാം അത് അവർ എന്ത് ഡാമേജാണ് വരുത്തിയത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒഫൻസോ ഹാക്ക് ചെയ്ത ഒരാൾ, നമ്മളെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ഡാമേജ് വരുത്തിക്കാം. അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ട്രെയിനേഴ്സ്, ഏത് ഡിപ്പാർട്ട്മെന്റും ഡാമേജിന്റെ ഡെപ്ത് നോക്കിയിട്ടായിരിക്കും കേസ് നോക്കുക. ഈ ശരിക്കും ഇതൊക്കെ നമ്മൾ ഈ ഹാക്കിംഗ് ഒക്കെ ശരിക്കും നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം അങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് വേറെ ഇൻഷുറൻസ് ഉണ്ടല്ലേ? ഓക്കെ. സൈബർ ഇൻഷുർ വേറെ തന്നെ ഉണ്ടല്ലേ? ഞാൻ അതങ്ങനെ കേട്ടിട്ടില്ല, ഞാൻ ചോദിച്ചു. സൈബർ ഇൻഷുറൻസ് വേറെ തന്നെ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ AI ഇപ്പോൾ നല്ലൊരു ബൂം വന്നിട്ടുണ്ട്. AIക്ക് ഈ ഹാക്കിങ്ങിൽ എന്തൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ആൾക്കാർക്ക് ഭയമുണ്ട് AI ഹാക്കിംഗ് എന്ന കരിയർ കളയുമോ എന്ന്. അതെല്ലാം എഡിറ്റേഴ്സിന്റെ പണി കളയാം. പക്ഷേ AI വന്നതുകൊണ്ട് നമ്മൾക്ക് എളുപ്പമായി എന്നേ പറയാൻ പറ്റും. പിള്ളേർക്ക് പലതും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഒരു ട്രെയിനറിന്റെ ബാക്കിൽ നടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പെട്ടെന്ന് ഞാൻ തന്നെ പലതും സോൾവ് ചെയ്യാൻ, ഇപ്പം എനിക്ക് പെട്ടെന്ന് ഒരു കൊറി വേണം അല്ലെങ്കിൽ ഒരു കോഡ് വേണം, AI വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാം. പിള്ളേർക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. ആസ് എ ട്രെയിനിങ് അക്കാദമി അത് എളുപ്പമായി. അല്ലെങ്കിൽ ആസ് എ എംപ്ലോയി ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് ക്വിക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു പാർട്ട്ണറെ കിട്ടിയെന്നേ ഉള്ളൂ. അത് ജോബ് റീപ്ലേസ് ചെയ്യുകയും ചെയ്യില്ല, സോഫാർ ചെയ്യില്ല. ഇനി അങ്ങോട്ടുള്ളത് എനിക്കറിയില്ല. ഈ ചെറിയ ബിസിനസ് ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അവരെ സ്വന്തം ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സൈബർ സെക്യൂരിറ്റി, ബിസിനസ് ഇൻ സെൻസ് അതായത് അവരെ കമ്പനി, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ബേസിക് ശ്രദ്ധിക്കുന്ന കാര്യം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ടീം അത് വളരെ വൈഡ്. ഇപ്പൊ ഒഫൻസോക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഇവിടെ പലരും ലോഗിൻ ചെയ്യാൻ പാടില്ല. അതിൽ ഒരു സർക്കിൾ കൊണ്ടുവരിക. ഇനി ലോഗിൻ ചെയ്യുന്നവരുടെയൊക്കെ ഒരു ബേസിക് സെക്യൂരിറ്റി എന്ന പേരിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക. ബാക്കിയെല്ലാം ലോക്ക് ചെയ്യുക.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഒരു 3 ആൾക്കാർക്ക് ഉണ്ട് ചോദിച്ചാൽ അതിൽ ആ ഒരുത്തൻ ഗൂഗിളിൽ നിന്ന് വേറെ ഒരു ഇത് ത്രൂ ആണ് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൻ്റെ ത്രൂ ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, ഒരു വൈറസ്, ലെറ്റ്സ് കൊറോണ പോലത്തെ വേറൊരു വൈറസ് ഉണ്ട്, അത് ഈ സ്ഥാപനത്തിലേക്ക് ഒരാൾ കൊണ്ടുവന്നാൽ മതി. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പം നമ്മളുടെ സർക്കിള് ചെറുതാക്കുക. സർക്കിൾ മീൻസ് ആ സോഷ്യൽ മീഡിയ ആക്സസ് ഉള്ളത്, നമ്മളെ കമ്പനീൻ്റെ ആക്സസ് ഉള്ളത്, അതെല്ലാം സൈബർ ഹൈജീൻ കൊണ്ടുവരാം. അതെന്തൊക്കെയാണെന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ മനസ്സിലാവും. ഏറ്റവും നല്ല ആൻറ്റിവൈറസ് കാസ്പർസ്കിയോ അല്ലെങ്കിൽ വിൻഡോസ് ഡിഫൻഡറോ എന്നല്ല, അത് ഹ്യൂമൻ ബ്രെയിനാണ്. അത് ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആൻറ്റിവൈറസ്. ഞാൻ ഉള്ളത് പറയാം, ഇവിടെ ഒഫൻസോക്ക് ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളില്ല. ഐ മീൻ ഇവിടുത്തെ സെക്യൂരിറ്റി നോക്കാൻ ഇല്ല. ഇവിടെ എല്ലാവരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. എന്ത് ആ ഒരു ബ്രെയിൻ യൂസ് ചെയ്യാം. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കും. ഇവിടെ വരുന്ന എല്ലാവർക്കും അവയർനെസ് കൊടുക്കും. എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഇതുവരെ ഇവിടുത്തെ ഒരാളും ഹാക്കിംഗ് കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ പറയാൻ പറ്റില്ല. ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ HR എനിക്ക് മെയിൽ അയച്ചു, നിന്റെ സാലറി ഡബിൾ ആക്കി തരാം, നിന്റെ വർക്ക് ഇഷ്ടപ്പെട്ടു, ഇംപ്രസീവ് ആണ്, ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു ഇതിൽ ആധാർ കാർഡ് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക, സാലറി ഡബിൾ ആവും. അത് അവിടുത്തെ ഡ്രില്ലായിരുന്നു, ഫിഷിംഗ് ഡ്രില്ല്. അതായത് അവിടുത്തെ എംപ്ലോയീസ് എത്രത്തോളം സേഫാന്ന്. ഞാനൊരു ഉറക്കപ്പിച്ചതിൽ അത് ക്ലിക്ക് ചെയ്തെല്ലാം കൊടുത്ത് പിന്നെ മനസ്സിലായത്. എന്നിട്ട് 4 മണിക്കൂർ പണിഷ്മെന്റ് ആയിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. നമ്മളെ വീക്ക്നെസ് ആയിരിക്കും കൊളത്താ. പണം വേണ്ടാത്ത ആരും ഇല്ല. ഇല്ല. ഈ ഭാവിയിൽ ഇനി വരാൻ ചാൻസ് ഉള്ള വലിയൊരു ത്രെട്ട് എന്തായിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിൽ? ഡിപ്പെൻസ്. നമ്മൾക്ക് AI യൂസ് ചെയ്തിട്ട് ആൾമാറാട്ടം വീഡിയോ കോൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട്. അനിയനാണ്, ഏട്ടനാണ്, ഉപ്പയാണ്, ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് വിളിക്കും, പെട്ടെന്ന് പൈസ ചോദിക്കും, ആക്സിഡന്റ് കേസാന്ന് പറയും, വീഡിയോ കോളിൽ വരുന്നുണ്ട്, എല്ലാം ജെന്യൂനാണ്, പൈസ അയച്ചു പോകും. അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. AI യൂസ് ചെയ്തിട്ടുള്ള അറ്റാക്സ് ഒരുപാട് കൂടും, ആൾമാറാട്ടം. അത് ഫ്യൂച്ചറിൽ വലിയൊരു ത്രെട്ടാണ്. പിന്നെ ഈ വെബ്സൈറ്റ് ത്രൂ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് അത് നമുക്ക് വീട്ടിലെത്തിയില്ല, നമ്മളെ പറ്റിച്ചാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും? എല്ലാം ലീഗലി റിപ്പോർട്ട് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ട്രസ്റ്റഡ് വെബ്സൈറ്റ് യൂസ് ചെയ്യാം. കുറച്ച് മുമ്പ് ഇതേപോലെ 1000 രൂപയ്ക്ക് 5 ഷർട്ട് കിട്ടും, അങ്ങനെയൊക്കെ കണ്ട സമയത്ത് ഇത് ഞാൻ പറയാം, അവർക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാം ആയിരിക്കും തുടങ്ങാം. ഇങ്ങനെ ചുമ്മാ തുടങ്ങി ഇവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് വെച്ചാൽ 300-400 രൂപയ്ക്ക് സാധനം വെക്കും, അത് അയക്കില്ല. ഈ 300 രൂപക്ക് ആരും കേസ് കൊടുക്കില്ല. അതാണ് അവരുടെ. ഇവർക്ക് ഇതേപോലെ 1000 കണക്കിന് ആൾക്കാരുടെ 300 രൂപ വാങ്ങിയിട്ടുണ്ടാവും. 100-300 കിട്ടിയാൽ തന്നെ എമൗണ്ട് ആയല്ലോ. അതാണ് മെയിൻ സംഭവം. പിന്നെ ലാസ്റ്റ് അവരെല്ലാം ഓഫാക്കിയിട്ട് മുങ്ങും, പൈസ കിട്ടാണ്ട് കിട്ടി കഴിഞ്ഞാൽ. ഇനി ഇത് അന്വേഷിക്കാൻ പോയാലോ ഈ അക്കൗണ്ടിന്റെ ഉടമസ്ഥൻ ചിലപ്പോൾ അവരായിരിക്കില്ല, എവിടുന്ന് ഈ വാടകയ്ക്ക് എടുത്ത അക്കൗണ്ട് ആയിരിക്കും. ഏതെങ്കിലും അത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുക ഒരു വീട്ടമ്മയായിരിക്കും. ആ അക്കൗണ്ട് അവർ ഇതിനെപ്പറ്റി യാതൊരു ബന്ധം ഉണ്ടാവില്ല. അത് അവരുടെ അക്കൗണ്ട് ചോദിച്ചു, ഒരു അക്കൗണ്ട് ഉണ്ടാക്കി തന്ന 500 രൂപ തരാന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി യൂസർ നെയിം പാസ്വേഡ് ഒക്കെ എടുത്തു. ഈ നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സാർ പറഞ്ഞപ്പോൾ വിരലെണ്ണാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കമ്പയർ ചെയ്തിട്ട് സാറിൻ്റെ ഈ ഒഫൻസോ എങ്ങനെയാണ് മാറി നിൽക്കുന്നതെന്നല്ലേ? ഒന്ന് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ എല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഫ്ലിപ്പർ സീറോ, അതേപോലെ തന്നെ അതെല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് ഹാർഡ്വെയർ ടൂൾസിൽ നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് തിയററ്റിക്കൽ അല്ല. ഇവിടുന്ന് ഈവൻ സൈബർ സെക്യൂരിറ്റിയിൽ ഡിഗ്രി എടുത്ത സ്റ്റുഡൻസ് പോലും ഇവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് തിയറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് റിയൽ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നത്, അത് റിയലായിട്ട് ഹാക്ക് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മളുടെ തന്നെ മോർ ദാൻ 7 to 8 lakhs സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഡെഡിക്കേറ്റഡ് സെർവർ ഉണ്ട്. നമ്മൾക്ക് ഒഫൻസ്വൽ സെർവർ, ആ സെർവറിൽ മോർ ദാൻ 50 to 60 മെഷീൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് അറ്റാക്ക് നമ്മൾ സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് എല്ലാം അതിൽ അറ്റാക്ക് ചെയ്തിട്ട് ഓരോ ഫ്ലാഗ് കണ്ടെത്തിയിട്ട് പഠിക്കാം. അത് മറ്റിടത്ത് പബ്ലിക്കിൽ അവൈലബിൾ ഉള്ള പല ടൂൾസ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത പല സംഭവങ്ങളുണ്ട്. അത് കമ്പാരിറ്റീവ്ലി നമ്മളുടെ അടുത്തുള്ള ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണ് ശരിക്കും കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ മെയിൻലി CJWH എന്ന് പറഞ്ഞ കോഴ്സാണ്, സർട്ടിഫൈഡ് ജൂനിയർ വൈറ്റ് ഹാറ്റ് ഹാക്കർ. അത് ഈ വെക്കേഷൻ ഈ ഒരു 2 മാസം സമയങ്ങൾക്ക് 1 മാസം കോഴ്സാണ്. മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ബേസിക്സ് ആണ്. അവർക്ക് ഈ ഒരു സംഭവം നടക്കുമോ, ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിക്ക്
ഫീൽ ചെയ്യാണ് ഇതെങ്ങനെയായിരിക്കും ഈ ഒരു ഫീൽഡ്, ഒന്ന് ടെസ്റ്റ് ചെയ്താലോ, ഇതെനിക്ക് പറ്റുമോ, ഇങ്ങനെയുള്ള ഡൗട്ട് ഉള്ളവർക്കൊക്കെ ഇവിടെ അതിൽ എല്ലാം കവർ ചെയ്യും. വൈഫൈ ഹാക്കിങ്, അതേപോലെ തന്നെ ഇതിൻ്റെ ബേസിക്സ്, പെൻ ടെസ്റ്റിങ്, ഇതിൻ്റെ ഒക്കെ ഇൻട്രഡക്ഷൻ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് ഫർദർ കണ്ടിന്യൂ ചെയ്യണോ അല്ലെ ഇത് എനിക്ക് പറഞ്ഞതല്ല എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള. അതിന് എത്ര ഫീസും വരുന്നുള്ളൂ, ഒരു മാസത്തെ കോഴ്സാണ്, ചെറിയ ഫീസ് വരുന്നുള്ളൂ. അത് അവർക്ക് ടെസ്റ്റ് ചെയ്യാം. അത് ടെസ്റ്റ് ചെയ്യാന്ന് മാത്രമല്ല ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, സ്റ്റെപ്പ് ചെയ്യുക, ആദ്യ കാൽവെപ്പ് എന്ന് പറയാം. പിന്നെ സെക്കൻഡ് ഒരു 5 months കോഴ്സാണ്. ഇത് ഓൾറെഡി നിങ്ങൾ ഡിഗ്രി ഒക്കെ സൈബർ സെക്യൂരിറ്റി എടുത്തതാണ്, ഇതിൽ നോളജ് ഉണ്ട്. ഒന്ന് പൊടി തട്ടി ഒന്ന് ബ്രഷപ്പ് ചെയ്യാനാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ 5 months കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് OCSP, ഒഫൻസീവ് സർട്ടിഫൈഡ് സെക്യൂരിറ്റി പ്രൊഫഷണൽ, അതെടുക്കാം. എന്നാൽ അതല്ല അവർക്ക് ഇവിടുന്ന് തന്നെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വേണം, അതേപോലെ 1 month ഇൻറ്റേൺഷിപ്പ് വേണം, ഇവിടെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, എല്ലാം പാക്കേജ് ആയിട്ട് 1 year ഡിപ്ലോമ ലെവൽ കോഴ്സ് ഉണ്ട്, ADS, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ആ കോഴ്സാണ് നമ്മളുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള കോഴ്സ്. അതിൽ നമ്മൾ ഈവൻ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അടക്കം കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. ഈ 1 year ഡിപ്ലോമ ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ. ഓൺലൈനിലുള്ള കോഴ്സുകൾ എങ്ങനെ? അപ്പം ഓൺലൈൻ സെയിം സിലബസ് തന്നെയാണ്. അവർ ഓൺലൈനിൽ നമ്മളെ ഇതെല്ലാം ഇന്റർനെറ്റിലല്ലേ, നമ്മൾ ഇവിടെ ഉണ്ടായാലും പുറത്തുണ്ടായാലും നേരത്തെ പറഞ്ഞ സെർവർ അത് പുറത്തേക്ക് കണക്ട് ചെയ്യാം, നമ്മൾ അതിനുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പം സാർ ഇപ്പോൾ ഇതിലേക്കൊരു ബിഗിനിങ് ഒരാൾ ചെയ്യാവുന്ന കുട്ടികൾ, ഒരു പുതിയൊരാളത്തിലേക്ക് എൻ്റർ ചെയ്യാണ്, ആ ആൾക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? ഈ ഒരു എത്തിക്കൽ ഹാക്കർ എനിക്ക് ആവണം എന്നുള്ളത് പ്രാക്ടീസ് മേക്സ് എവറിത്തിങ് പെർഫെക്റ്റ്. അതായത് ഇവിടെ ഒരു 2 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവർ വീട്ടിൽ പോയി ഉറങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിലൊന്നും നേടാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, റൂമിലെത്തിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറും കൂടി സ്പെൻഡ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ ഇനീഷ്യലി പറഞ്ഞ സംഭവം തന്നെയാണ്, എക്സ്പ്ലോർ ചെയ്യുക, പുതിയതായിട്ട് കണ്ടെത്തുക. അത് ഞാൻ ഇവിടെ മാത്രമല്ല, ഏതിലും അങ്ങനെ തന്നെയാണ്. ആ ബുക്കിലുള്ളത് മാത്രം നോക്കി കിടന്നുറങ്ങുകയാണെങ്കിൽ അതിലൊരു എക്സ്പ്ലോറേഷൻ വരില്ല. അത് എക്സ്പ്ലോർ ചെയ്യുക എന്ന് ഞാൻ പറയുന്നുണ്ട്. ടൈം സ്പെൻഡ് ചെയ്യുക കുറച്ചധികം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ, ഇപ്പം AI ഉള്ളതുകൊണ്ട് എല്ലാം ഈസിയാണ്. കറണ്ട് ന്യൂസ്, ഇന്ന് ഈ നാട്ടിൽ എന്താ നടക്കുന്നത്, നാട്ടിൽ നടന്ന സൈബർ സെക്യൂരിറ്റി ന്യൂസ് അറിയാം, എങ്ങനെ നടന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലോബലി നടക്കുന്നത് എങ്ങനെ നടന്നു, അതെങ്ങനെ ഫിക്സ് ചെയ്യാം, ഇതൊക്കെ റിസർച്ച് ചെയ്യാം. ഞങ്ങൾ പണ്ട് ഇങ്ങനെ കേട്ടു, നാസന്റെ സൈറ്റ് വരെ ഹാക്ക് ചെയ്ത ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒഫൻസോയിൽ 2 ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ട്രെയിനേഴ്സ് മോർ ദാൻ 6 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സാണ്. നമ്മൾ ഇവിടെയുള്ള ഹെഡ് ട്രെയിനർ ആൽബിൻ ജോഷി ഇതുപോലെ നാസയിലെ വൾനറബിലിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. നാസയിലെ ഹാൾ ഓഫ് ഫെയിമിൽ വന്നതാണ്. നാസ മീൻസ് നേരെ നമ്മളുടെ മൈൻഡിൽ വരിക അവരുടെ റോക്കറ്റ് ഹാക്ക് ചെയ്ത് സാറ്റലൈറ്റ് ഹാക്ക് ചെയ്ത്, അങ്ങനെയല്ല. നാസന്റെ വെബ്സൈറ്റ് ആവാം, നാസന്റെ ഏതെങ്കിലും ഒരു എൻഡ് ആവാം. നമ്മളുടെ മനസ്സിൽ വരിക കംപ്ലീറ്റ് സെർവർ ഡൗൺ ആക്കി. അത് ജോണത്തൻ ജെയിംസ്, എന്താണ് എനിക്ക് പേര് ഓർമ്മയില്ല, ഒരു മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉള്ളതാണ്, സത്യമാണല്ലേ. ഈ എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർ മെയിൻലി വരുന്ന മിസ്റ്റേക്സ് എന്താ സാറ് കണ്ടെടുത്തോളൂ? സ്പൂൺ ഫീഡ് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അതായത് സ്പൂൺ ഫീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നമ്മൾക്ക് ഒരാൾ പഠിപ്പിച്ചു തരും, നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി. ഈ ഒരു സംഭവം അവരുടെ വലിയ മിസ്റ്റേക്കാണ്. പിന്നെ ഫസ്റ്റിൽ തന്നെ നമ്മൾ അതിൽ ബഗ് ബൗണ്ടി കിട്ടും, എക്സ്പേർട്ട് ആവും, എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പീരിയൻസിൽ പഠിക്കുന്ന സമയം, ടേക്സ് ടൈം. പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ബഗ് ബൗണ്ടി ഇതിപ്പം ഞാനൊരു ബിഗിനർ, ഇന്നും ഞാൻ ബിഗിനറാന്നേ പറയും. ഇതിലൊക്കെ എക്സ്പേർട്ടായ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും ഞാൻ ബിഗിനറാന്നേ പറയും. ഇതിൽ എൻഡില്ല. നാളെ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അതും പഠിക്കണം, അടുത്ത മാസം ഇനിയും പുതിയ അപ്ഡേറ്റ്. ഇത് എൻഡില്ലാണ്ട് ഇതിപ്പോൾ 10 വർഷം കഴിഞ്ഞാലും അന്നത്തെ പുതിയ ടെക്നോളജി അന്നും പഠിക്കണം. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, നാളെ കൊണ്ട് എക്സ്പേർട്ട് ആവില്ല ആരും, ഇതിൽ എക്സ്പേർട്ട് അല്ല. ആ ഒരു എക്സ്പേർട്ട് മെൻറ്റാലിറ്റി വരാതിരിക്കുക, ഇതിൽ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും അതിൽ തന്നെ എല്ലാത്തിനുള്ള ഉത്തരവായി. എക്സ്പ്ലോറേഷൻ മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവും. അത് ഡെഡായ ഇതിൽ പോയി. അപ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബുക്സോ റിസോഴ്സസോ ടൂൾസ് അങ്ങനെ റിസോഴ്സസ് നമ്മൾക്ക് പോർച്ചുഗൽ അക്കാദമി എന്ന് പറയുന്ന ഒരു ഓൺലൈനിൽ ഫ്രീ ആയിട്ട് ഇതേപോലെ ഒരുപാട് ഹാക്കിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, പോർച്ചുഗൽ അക്കാദമി. അത് ഈവൻ വിത്ത് സർട്ടിഫിക്കറ്റാണ്, ഫ്രീ ആണ്, അതെടുക്കാം. പിന്നെ ട്രൈ ഹാക്ക് മീ. ട്രൈ ഹാക്ക് മീയിൽ നമ്മൾക്ക്
ഒരുപാട് ഇതേപോലെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടൂൾസും നമുക്ക് അതിൽ ഫ്രീ ആയിട്ട് ഒരുപാട് മെഷീൻസ് ഉണ്ടാവും. മെഷീൻ മീൻസ് ഒരുപാട് സെർവേഴ്സ് ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഹാക്ക് ചെയ്ത് പഠിക്കാം, റിയൽ ടൈം ആയിട്ട് ഹാക്ക് ചെയ്ത് പഠിക്കാം. പലരുമായിട്ട് മത്സരം വെക്കാം, ആരാദ്യം ഹാക്ക് ചെയ്യും, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആരാണ്. CTF ചലഞ്ച്. CTF എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ദ ഫ്ലാഗ്. നമ്മളെ കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും ഒരു ഹിഡൻ നോട്ട്സിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഹാക്ക് ചെയ്ത് ആദ്യം ആര് ആ ഒരു ഫ്ലാഗ് പിടിക്കും, അല്ലെങ്കിൽ ആ ഒരു നോട്ട് പാഡിലെ ഫയൽ എടുക്കും, മത്സരം. ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. ഓവർ ദ വയർ, ഇതൊക്കെ ഫ്രീ ആയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് അണ്ടർ റേറ്റഡ് അതായത് ഇത്രയും നല്ല റിസോഴ്സോ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ, ഓൺലൈനിൽ ഉണ്ടായിട്ടും ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാത്ത സംഭവം. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളതാണല്ലേ. ഓക്കെ. അപ്പോൾ ആസ് എൻ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ആസ് എൻ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ആസ് എൻ ഇൻഫ്ലുവൻസർ സാറിൻ്റെ ബിഗ്ഗസ്റ്റ് ഗോൾ എന്താ? അത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഒരു സൈബർ ക്രൈം ഇല്ലാത്ത ഒരു ലോകം. അതായത് അത് നമ്മളുടെ ഡ്രീം ആണെങ്കിലും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ജോബ് റോളും അവിടെ ഉണ്ടാവുകയാണ്. എത്തിക്കൽ ഹാക്കറിൻ്റെ ആവശ്യമില്ലാതെ ആകുമ്പോഴാണ്. പക്ഷേ അങ്ങനെ ഒരു പൊസിഷൻ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ജേണിയിലേക്കാണ്. അത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ലെന്നറിയാം, ബട്ട് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതിലേക്ക് നമ്മൾ ഹാക്കേഴ്സിനെ വാർത്തെടുക്കുകയാണ് ഫോർ എ ബെറ്റർ ടുമാറോ. ഓക്കെ. സാറിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് 8ാം ക്ലാസ്സിൽ തുടങ്ങി, പിന്നെ ഒരു ബ്രേക്കൊക്കെ എടുത്ത്, പിന്നെ പൊടിത്തട്ടി എടുത്ത്, ഇപ്പോൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയി. ഓക്കെ, സാർ എത്ര ബിഗിനറാന്ന് പറഞ്ഞാലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സാറിന് മുന്നിൽ ഇപ്പോൾ സാറിൻ്റെ സെൽഫ്, അതായത് സാർ ഇത് തുടങ്ങിയ സമയത്തുള്ള ഫർഹാൻ മുന്നിൽ നിൽക്കണമെന്ന് കുട്ടികളെ, ആ ഫർഹാനോട് സാർ എന്നെ പോലത്തെ അല്ല, സാറ് തന്നെ മുന്നിൽ നിൽക്കണമെന്ന് കുട്ടികളെ. ഓക്കെ, എനിക്ക് റിഗ്രറ്റ് ഉള്ളത് എന്ത് മാറ്റണം അല്ലെങ്കിൽ അല്ല, സാർ പ്രൗഡ്ലി പറയാൻ പറ്റുന്ന കാര്യം ഐ ഡിഡ് ഇറ്റ് എന്ന് പറയാം. അത്ര തന്നെയാണ് ഐ ഡിഡ് ഇറ്റ് എന്ന് പറയാൻ പറ്റും. തുടങ്ങി അതായത് എന്നെ കൊണ്ട് സാധിച്ചു. ഇതിപ്പോഴും നമ്മൾ അൾട്ടിമേറ്റ്ലി ആയില്ല, ഇനിയും നമ്മൾ ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് വിഷൻ ഒരുപാട് മുന്നിൽ കിടക്കുകയാണ്. ബട്ട് വി ഡിഡ് ഇറ്റ് എന്ന് പറയാം. അതായത് നമ്മൾ ഇനീഷ്യലി റോങ് ആയിട്ടാണ് തുടങ്ങിയെങ്കിലും വി കറക്റ്റഡ് ഇറ്റ്. എന്തും നമ്മൾക്ക് അത് മിസ്റ്റേക്കാണ്, അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ പറ്റുന്നത്. ആ മിസ്റ്റേക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാതെ. ആ കുട്ടിക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും അപ്പം? അഡ്വൈസ് എപ്പോഴും റോങ്ങിലേക്ക് പോകരുത് എന്ന് തന്നെയാണ്. അതായത് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. അതുപോലെ തന്നെ ഹാക്കിംഗ് ഭയങ്കര ത്രില്ലിങ്ങാണ്, അതേപോലെ ഇറ്റ് കിൽസ്. അപ്പോൾ സെയിം ഡയലോഗ് തന്നെയാണ് ഇവിടെ അടിക്കുന്നത്. ഓക്കെ സാർ, അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം സാർ, ഇത്രയും സമയം നമുക്ക് വേണ്ടി ഓൾമോസ്റ്റ് 1 hour നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ. അതിൽ ഒരു അഡീഷണൽ എനിക്ക് കൊടുക്കാനുള്ളത്, ഇതൊരു ഡബിൾ എഡ്ജഡ് സ്വേർഡാണ്, ഇരുതല മൂർച്ചയുള്ള ഒരു കത്തി. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മളെ മൈൻഡ് സെറ്റാണ്. അതിപ്പോൾ ഒരു കറാട്ടെ ആയാലും നമ്മൾക്ക് ആ കറാട്ടെ കൊണ്ട് ഒരാൾ ഇടിച്ചിടാം, അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിന് യൂസ് ചെയ്യാം. അതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് അവരുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കാനുള്ളത് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം സ്കിൽ സെറ്റ്. സാർ, ഇൻ കേസ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒഫൻസോൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ചാനലിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാൻ പറയും, നമുക്ക് പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. താങ്ക് യു സാർ. അപ്പം ഈ ഒരു സമയം മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. കാണാം.